ഭക്ഷ്യത്തിൽ മാത്രം നോമ്പുള്ളോ നേരാൽ നോമ്പേൽ പോനല്ല നിഷ്ഫലമായിടുമീ ഭക്ഷണ നോമ്പതിനെ ദ്വേഷിപ്പു ദൈവം. ഹാലേലൂയ ഹാലേലൂയ അന്യായം വിടുവിൻ. കർത്താവാം ദൈവം പ്രാർത്ഥന നോമ്പിവയിൽ സന്തോഷിക്കുന്നു. നോമ്പേൽ പോൻ ദൈവാകാരം റൂഹാതൻ ഗേഹം മോദിക്കും. ഹാലേലൂയ ഹാലേലൂയ ഏതൻ തോപ്പിലവൻ പൈതങ്ങളെ എരിയും തീന്നും രക്ഷിച്ച ബാബേൽക്കാരെ ലജ്ജിപ്പിച്ചോണം. ഞങ്ങളെ രക്ഷിക്കുക തീക്കടലിൽ നാഥ. ഹാലേലൂയ ഹാലേലൂയ ഭയമേറ്റും കടവിൽ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് കർത്തൃസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെയും ദൈവമാതാവിൻ്റെയും സഹോദരന്മാരുടെയും പരിശുദ്ധന്മാരുടെയും സാന്നിധ്യം നമ്മുടെ അടുത്തുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി വചനത്താൽ ജീവൻ നമ്മളിലേക്ക് പകർന്നു വന്നിരിക്കുന്ന മാംസമായി തീർന്ന കർത്താവിനെ, അവൻ്റെ മുറിവുകളെ നമുക്ക് മനസ്സിലൊന്ന് കൊണ്ടുവന്ന് ആ പാദ സ്പർശനത്താലും കരസ്പർശനത്താലും നമ്മുടെ സമീപത്ത് നിന്നുകൊണ്ട് ഒടിയനായ പുത്രനെ ചേർത്ത് ആലിംഗനം ചെയ്ത് കഴുത്തിൽ ചുംബിച്ചതുപോലെ നമ്മളെ അങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു ആത്മബോധത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് ഈ വചനത്തെ കർത്താവ് പറഞ്ഞു തരുന്നതിനെ മാത്രം ഗ്രഹിക്കുവാൻ നമ്മളെ തന്നെ തയ്യാറെടുക്കാം. അഭിമന്യ തിരുമേനി സൂചിപ്പിച്ച മൈലപ്രായിൽ കബറടങ്ങിയിരിക്കുന്ന മാത്യൂസ് റമ്പാച്ചൻ എന്ന് പറയുന്ന ഒരു വന്യനായ താപശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വർഷക്കാലം മൗനമായിട്ടിരുന്നു. നമ്മുടെ സഭയിൽ എത്ര പേർക്ക് ഇദ്ദേഹത്തെ പറ്റി അറിയാം എന്ന് എനിക്കറിയില്ല. മൗനമായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ലോകത്തോട് മിണ്ടാതിരുന്ന ദൈവത്തോട് മാത്രം മിണ്ടുക എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി കൊടുത്തത് അദ്ദേഹം എഴുതി വയ്ക്കുമായിരുന്നു. ആ എഴുതി വെച്ച പ്രാർത്ഥനകൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ആരെയും കാണിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. മരണശേഷം മാത്രം ഈ ഡയറി കുറിപ്പുകൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം എഴുതി വച്ചിരുന്ന പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ശിഷ്യന്മാർ തുറന്നു നോക്കിയപ്പോഴാണ് ഇതൊരു സംവാദം ആയിരുന്നുവെന്ന് മനസ്സിലായത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷേ അങ്ങോട്ട് മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും ഉണ്ടാകാറുള്ളൂ. ദൈവം ഇങ്ങോട്ട് പറയുന്ന പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ദൈവം ഇങ്ങോട്ട് പറയുന്ന ആ സംഭാഷണം, മധുരസ്വരം എന്നെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഞാനൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഒരെണ്ണം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യിലുണ്ട്, ഒരെണ്ണമേ ഉള്ളൂ. അതിലെ ഒരു പ്രാർത്ഥനയും ദൈവത്തിൻ്റെ മറുപടിയും ഒന്ന് ശ്രദ്ധിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇന്നത്തെ കാലത്തും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടിയും കൂടിയാണ് ഈ പ്രാർത്ഥനകൾ വായിക്കുന്നത്. ഇൻസിനോ ജീസസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഒരു കപ്പുച്ചൻ പുരോഹിതൻ ദൈവത്തോട് സംഭാഷണം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. കത്തോലിക്ക സഭയിലെ ഫൗസ്തീന എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ മഹനീയ
സിസ്റ്ററും കർത്താവിനോട് സംഭാഷിക്കുന്നത് എഴുതി വച്ചിട്ടുണ്ട്. മലങ്കര സഭയിൽ കർത്താവുമായിട്ടുള്ള സംഭാഷണം എഴുതി വെച്ച് അതൊരു വലിയ സ്വത്തായി നിക്ഷേപിച്ചിരിക്കുന്ന ഈ വന്യപിതാവിൻ്റെ ഈ പ്രാർത്ഥനാ ശകലങ്ങൾ ഒരൊറ്റ പുസ്തകം മാത്രമേ ഇന്ന് ഉള്ളൂ. ഞാൻ ഇങ്ങനെയും പ്രാർത്ഥിക്കാം, പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാമെന്ന് അറിയുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന വായിച്ച് കേൾപ്പിക്കാം. ഇത് മുഴുവൻ ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്, മുഴുവൻ. അപ്പോൾ ഒരു 2 മിനിറ്റ് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ളവരുടെ പ്രാർത്ഥനകൾ എന്ന് ശ്രദ്ധിക്കുവാൻ മാത്രം ഒന്ന് വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൗനകാലത്തെ 11ാമത്തെ ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: സങ്കടം കേൾക്കുന്ന കർത്താവേ, നിനക്ക് സ്തുതി. അഗതികളുടെ നിലവിളിക്ക് ഉത്തരമരുളുന്നവനായ കർത്താവേ, നിനക്ക് സ്തുതി. നിന്നിൽ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവനായ കർത്താവേ, നിനക്ക് സ്തുതി. കർത്താവേ, ഈ സമയം അടിയനോട് നീ ഒന്ന് സംസാരിക്കണമേ. അവിടുന്ന് ദിനംതോറും അടിയനെ വഴി നടത്തുന്നുണ്ടല്ലോ. ശക്തിക്കപ്പുറമായ കുരിശ് അടിയന് തന്ന് നിന്നെ നിന്ദിക്കുവാനിടയാകാതെ കഷ്ടതയുടെ തീച്ചുളയിൽ ആ 3 പൈതങ്ങളോടൊപ്പം നടന്നതുപോലെ ഈ പാപിയോടുകൂടിയും നടക്കണമേ. സകലത്തിലും അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിവ് തരണമേ. ശത്രുവിൻ്റെ കയ്യിലേക്ക് ഈ ബലഹീനനെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അപ്പോൾ ദൈവം പറയുന്ന മറുപടിയാണ്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ കേട്ടുള്ളൂ. എൻ്റെ വാത്സല്യ മകനെ, ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന നിത്യജീവൻ്റെ വചനങ്ങളെ അനുഭവത്തിലാക്കി നീ ധന്യനായി ഭവിക്കുക. എൻ്റെ കുഞ്ഞെ, ഈ ലോകം ആർക്കും ആശ്വാസ സ്ഥലം അല്ല. അഥവാ ആർക്കെങ്കിലും ഇത് ആശ്വാസ സ്ഥലമെന്ന് തോന്നിയാൽ തന്മൂലം അവൻ്റെ നിത്യജീവനെ നഷ്ടമാക്കി തീർക്കുന്നു. അതിനാൽ എൻ്റെ ഭക്തന്മാർ സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടതിനും അവിടെ നിത്യാനന്ദം അനുഭവിക്കേണ്ടതിനും ഈ ലോകം കയ്പ് പോലെ അവർക്ക് അസുഖത്തെ ഉളവാക്കേണ്ടതാണ്. ഇതിനു പുറമെ ഈ ലോകത്തിലെ അരിഷ്ടതകൾ, ദുരിതങ്ങൾ, ഭാരങ്ങൾ, അസുഖങ്ങൾ, മനുഷ്യരിൽ നിന്നുള്ള നിന്ദകൾ, ഉപദ്രവങ്ങൾ മുതലായവയാൽ ഒരു ഭക്തന് എന്നിലുള്ള ആശ്രയം വർദ്ധിക്കുന്നതിന് അത് മുഖാന്തരം ആകുകയും ചെയ്യും. എന്നിലുള്ള ആശ്രയം വർദ്ധിക്കുമ്പോൾ അവൻ സർവ്വവിധ അനുഗ്രഹങ്ങൾക്കും യോഗ്യനായിത്തീരുന്നു. മകനെ, എൻ്റെ പൈതലേ, നീ എൻ്റെ സ്വന്തമാണ്. അതിനാൽ നിന്നെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിന്നിൽ എന്തെല്ലാം കുറ്റങ്ങൾ ഉണ്ടായിരുന്നാലും നീ എന്നിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവ ഒന്നും ഞാൻ ഓർക്കുകയില്ല. നിന്റെ സർവ്വ കാര്യങ്ങൾക്കും ഞാനാണ് ഉത്തരവാദി. നിന്നെ നഷ്ടപ്പെടുത്തുവാനോ അപമാനിക്കുവാനോ ഞെരുക്കുവാനോ ദോഷം ചെയ്യുവാനോ എൻ്റെ അനുവാദം കൂടാതെ ആർക്കും കഴിയുകയില്ല. നീ സർവത്തെയും എനിക്ക് വേണ്ടി, എൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപേക്ഷിക്കുവാൻ തയ്യാറാകുക. അപ്പോൾ നിനക്ക് 100 ഇരട്ടി ലഭിക്കും. നിന്റെ ശമ്പളത്തെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും നീ ഒട്ടും ചിന്തിക്കരുത്. ആ ചിന്ത മുഴുവൻ ഉപേക്ഷിക്കുക. നിന്റെ സർവ്വ ആവശ്യങ്ങളും അത്ഭുതകരമായ മാർഗത്തിൽ കൂടി ഞാൻ നടത്തിക്കൊള്ളാം. ഇതിൽ നീ ഒട്ടും അവിശ്വാസി ആയിരിക്കരുത്. മകനെ, നിന്റെ ദിവ്യചര്യ കൃത്യങ്ങളിൽ നീ ഒട്ടും അലസത എടുക്കരുത്. നിന്റെ ദിനചര്യകൾ കൃത്യമായി അനുഷ്ഠിക്കുവാൻ വേഗത്തിൽ നീ പല വിലയേറിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഇടയാകും. അതിനാൽ ആ കാര്യത്തിൽ ഉത്സാഹിയായിരിക്കുക. ഞാൻ നിന്നെ സഹായിക്കാം. മകനെ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ ശുഭമായിരിക്കുക. ഓരോ ദിവസവും അദ്ദേഹം കർത്താവിനോട് സംഭാഷിക്കുന്ന സംഭാഷണങ്ങളും കർത്താവ് അദ്ദേഹത്തോട് സംസാരിക്കുന്ന സംഭാഷണങ്ങളും എഴുതിയിരിക്കുന്ന ഇത് വായിച്ച് കേൾപ്പിച്ചത് ഇങ്ങനെയും ദൈവമായിട്ട് സംഭാഷണങ്ങളുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുവാനാണ്. നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കർത്താവ് എന്തെങ്കിലും സന്ദേശം തരുന്നുണ്ടോ? അത് നിങ്ങൾ എഴുതി വയ്ക്കുവാൻ തയ്യാറായിട്ടുണ്ടോ? ആരെയും കാണിക്കുവാനല്ല. അങ്ങനെ ദൈവവുമായിട്ടുള്ളൊരു സംഭാഷണം നമുക്കും അപ്രാപ്യമൊന്നുമല്ല. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നോ കാലത്ത് ജീവിച്ചിരുന്ന കുറേ സഹോദരന്മാരും നമ്മളെ പേര് പറഞ്ഞ് ആരാധനയിൽ ഓർക്കുന്ന
വിശുദ്ധന്മാരും മാത്രമല്ല. അങ്ങനെ ഒരു ധാരണ നമുക്ക് ഓർത്തഡോക്സുകാരുടെ ഇടയിൽ വന്നുപോയിട്ടുണ്ട്. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേപ്പാട്മാർ ദിവന്യാസ്യോസ്, ഇന്ന് ചേപ്പാട്മാർ ദിവന്യാസ്യോസ് ആ വലിയ പിതാവിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ ഇടവകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ സംഗമം നടത്തപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ പിതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുവാൻ ഇത്രയും പേർ കൂടി വന്നിരിക്കുന്നതിനാൽ ദൈവത്തെ വാഴ്ത്തുന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമുക്കൊരു ധാരണയുണ്ട് വിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അപ്രാപ്യമായ ഏതോ ഒരു ലോകത്തിരിക്കുന്ന കുറേ വിശുദ്ധന്മാരാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമ്മളൊരു കുടുംബമാണ്, ആ കുടുംബത്തിലെ അംഗമാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഒരു ആമുഖത്തോടു കൂടി നമ്മൾ ചില വേദവചന ധ്യാന ചിന്തകൾ, അല്പം കട്ടിയായിട്ടുള്ള ആഹാരമാണ് എങ്കിലും അത് രുചികരമായി നിങ്ങൾക്ക് തരത്തക്കവണ്ണം കർത്താവിൽ ഞാൻ ആശ്രയിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും ഇതിലേക്ക് ശ്രദ്ധാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വട്ടക്കാട്ടച്ചൻ ഈ യോഗത്തിൻ്റെ പ്രധാന ചുക്കാൻ വഹിക്കുന്നു എന്നറിയുന്നു. ഈ ഇടവകയുടെ വികാരിമാർ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദര വൈദിക ശ്രേഷ്ഠർ, ഇന്ന് വന്നിരിക്കുന്ന ദൈവവചനത്തെ കേൾക്കുവാനായിട്ട് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്തോളും. തുടങ്ങിയത് ഒരു വിശുദ്ധനായി ജീവിച്ച മൗനമെടുത്ത താപശ്രേഷ്ഠൻ്റെ പ്രാർത്ഥനയിലാണ്. ഇപ്പോൾ നോമ്പിൻ്റെ കാലഘട്ടമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രാർത്ഥനയെ പറ്റിയാണ് അല്പസമയം ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത് വളരെ നിസ്സാരമായ ഒരു വിഷയമാണല്ലോ. പ്രാർത്ഥന ഏതൊക്കെ തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു? നോമ്പിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ഇരിക്കണം. പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചു, പിശാചിന് ചെയ്യുവാൻ കഴിയാത്തതായി രണ്ട് കാര്യമേ ഉള്ളൂ. സത്യമാണ്, എനിക്ക് ഇന്ന് കിട്ടിയ ഒരു ഇൻസൈറ്റാണ് അത്. വളരെ സന്തോഷം. പിശാചിന് വചനം പറയാനറിയാം, നമ്മളെക്കാളിൽ നന്നായിട്ട് പറയാനറിയാം. വിശ്വാസത്തെ ഹനിച്ചവനാണ് പിശാച്, ആണല്ലോ. ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വായെയും ദൈവം പറഞ്ഞത് എന്താണെന്ന് അവിശ്വസിപ്പിച്ചവനാണ്. എന്നിട്ട് ആദാമിനും ഹവ്വായിലും, അല്ലെങ്കിൽ മനുഷ്യജാതിക്ക് ദൈവത്തിലുണ്ടായ വിശ്വാസത്തെ തിരിച്ചു മറിച്ച് തന്നിലേക്ക് ആ വിശ്വാസം ഏറ്റെടുപ്പിച്ചവനാണ് പിശാച്. അതുകൊണ്ടാണ് മാമോദീസയിൽ നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്യുന്നത്. മശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു. കാരണം ഇത് വല്യമ്മച്ചി ഏദൻ തോട്ടത്തിൽ മറിച്ച് കളഞ്ഞതാണ്. ഏദൻ തോട്ടത്തിലെ ആദ്യ പാപം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പെട്ടെന്ന് പറയുന്ന അനുസരണക്കേടെന്നാണ്. അനുസരണവും വിശ്വാസമായിട്ട് ബന്ധമുണ്ട്. വിശ്വാസത്തിന്റെ അനുസരണം എന്നൊരു പദം തന്നെ റോമർക്കെഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിലുണ്ട്. വിശ്വാസത്തിന്റെ അനുസരണം. വിശ്വസിക്കുന്നവൻ അനുസരിച്ചെങ്കിലേ വിശ്വാസമാകുകയുള്ളൂ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ആ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടത് ദൈവം പറഞ്ഞത് അനുസരിച്ചപ്പോഴാണ്. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അനുസരണമില്ലാതിരുന്നാൽ വിശ്വാസമാകുകയില്ല. യാക്കോബ് 1-ാം വാക്യം വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം 1-ാം വാക്യം. നിങ്ങൾ വേദപുസ്തകം തയ്യാറായിരിക്കണം. കിട്ടുന്നവർ പെട്ടെന്ന് വായിച്ചാൽ മതി. എല്ലാ അഴുക്കും സകല ദുഷ്ടതയും നീക്കി ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. അടുത്ത വചനം 22. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്യാതെ തങ്ങളെ തന്നെ ചതിക്കാതെ വചനം അനുസരിക്കുന്നവരായും അല്ലെങ്കിൽ ചെയ്യുന്നവരായി ഇരിപ്പീൻ. കേട്ടിട്ട് പോയാൽ പോരാ. നമ്മൾ ഒരുപാട് യോഗങ്ങൾ കൂടുന്നുണ്ട്, ധ്യാനയോഗങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടിട്ട് ഇതുവഴി പോയാൽ നിങ്ങളെ തന്നെ അല്ല എന്നെ തന്നെ ഞാൻ ചതിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ ഞാൻ കേൾക്കുകയും കൂടാണ് ചെയ്യുന്നത്. എൻ്റെ ആത്മബോധത്തിലേക്ക് ഞാൻ പറയുന്ന ദൈവിക വചനങ്ങൾ ഞാനും കേൾക്കുകയാണ്. പറയുന്ന ഞാൻ നിങ്ങളെക്കാളിൽ കൂടുതൽ ഈ വചനം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നോട് കൂടുതൽ ചോദിക്കും, നിങ്ങളോടും ചോദിക്കും. കേട്ടില്ല എന്ന് മാത്രം പറയരുത്. അതുകൊണ്ട് ഈ വചനത്തെ അനുസരിക്കുക വിശ്വാസത്തിന്റെ അനുസരണമാണ്. ഈ വിശ്വാസത്തെ തിരിച്ചു മറിച്ചവനാണ് ആര്?
പിശാച്. എന്നിട്ട് ഈ പിശാച് തന്നെ യേശുവിനെ കാണുമ്പോൾ ഏറ്റുപറയുന്നുണ്ട്, നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാവുന്നു. ഇല്ലേ? ഇല്ലേ? അപ്പോൾ പിശാചിന് വചനം നന്നായിട്ട് പറയുവാൻ അറിയാം. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? മത്തായി ശ്രീയുടെ സുവിശേഷം 4-ാം അധ്യായം വായിച്ചു നോക്കിയാൽ കർത്താവിനെ പരീക്ഷിക്കാൻ വരുന്ന പിശാച് വചനം കൊണ്ടാണ് ആരെ തോൽപ്പിക്കുന്നത്? പാപത്തെ. വചനം കൊണ്ടാണ് കർത്താവ് പിശാചിനെ ജയിക്കുന്നത്. ഈ വചനം തന്നെ എടുത്ത് പിശാച് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വചനം ഉപയോഗിക്കാൻ പിശാചിനറിയാം, വിശ്വാസം ഏറ്റുപറയാൻ അറിയാം. പക്ഷേ പിശാചിന് പ്രാർത്ഥിക്കുവാൻ പറ്റില്ല. പറയുവാൻ പറ്റും, കാര്യങ്ങൾ ദൈവത്തോട് പറയുവാൻ പറ്റും. പക്ഷേ കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നതും പ്രാർത്ഥനയും വ്യത്യാസമാണ്. കാരണം പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് മാത്രമല്ല, പ്രാർത്ഥനയെ പറ്റി നമ്മൾ അല്പം ഡീപ്പായിട്ട് ചില കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, നോമ്പ് കാലത്ത് പ്രാർത്ഥനയും ഉപവാസവും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ആര് ചെയ്യുന്ന പ്രക്രിയയാണ്? ആര് ചെയ്യുന്ന പ്രക്രിയയാണ്? നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്രാർത്ഥന ആര് ചെയ്യുന്ന പ്രക്രിയയാണ്? ഇപ്പോൾ നമ്മൾ പ്രാർത്ഥന നടത്തി, നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥന നടത്തി. അപ്പോൾ ആ പ്രക്രിയ ചെയ്ത ആരാണ്? സബ്ജക്റ്റ് ആരാണെന്നാണ് ചോദിച്ചത്. ഗ്രാമാറ്റിക്കലി ചോദിച്ചാൽ അതിലെ സബ്ജക്റ്റ് ആരാണ്? അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാൻ നിന്നു എന്ന് വിചാരിക്കുക. ഈ ചെയ്തതാരാണ്? നിങ്ങൾ ഉറച്ചു പറയൂ. എനിക്കൊന്നും കേൾക്കാൻ വയ്യ, ഉറച്ചു പറഞ്ഞേ. നമ്മൾ തന്നെ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആ പ്രാർത്ഥന ക്രിയ ചെയ്ത് നമ്മളാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? എന്നാൽ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയുടെ ഒരു ഗീതം നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. രാത്രി പ്രാർത്ഥന എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വീട്ടിലൊക്കെ നോയമ്പിൽ എല്ലാ യാമപ്രാർത്ഥനയും നടത്തണം. രാത്രി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും സഭയിലാണെങ്കിലും വെളുപ്പിനെ 5 മണിക്കാണ് നടത്തുന്നത്. ശരിക്കും നടത്തേണ്ടത് 12 മണിക്കാണ്. പക്ഷേ സൗകര്യപ്രദം 5 മണിക്കോ 4 മണിക്കോ ഒക്കെ നടത്തുന്ന തേറാകളിലും സെമിനാറുകളിലും ഒക്കെ നടത്തുന്നു. വീടുകളിലും കുടുംബ പ്രാർത്ഥന നോയമ്പിന്റെ അടുത്ത് നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പാട്ട്, ഇത് പാട്ടായിട്ടാണ് ഇതിരിക്കുന്നത്. ഇതിന്റെ പ്രോസ് ഉണ്ട്. ഞാൻ ആ പാട്ടൊന്ന് പാടി കേൾപ്പിക്കാം. അതിപ്രകാരമാണ്. യാക്കോബിന്റെ ബോസയുടെ കോലോയിൽ രാത്രി പ്രാർത്ഥനയുടെ 1-ാം ഗൗമായിൽ ഇപ്രകാരം പാടുകയാണ്. പ്രാർത്ഥിച്ചിടുന്ന ആത്മാവേ നീ കൊള്ളുക ധൈര്യം, നിൻ പേർക്കെന്നും പ്രാർത്ഥിക്കുന്നു ദൈവധനുജൻ. ആ പ്രാർത്ഥനയിൽ നിൻ പ്രാർത്ഥനയും ചേർത്തിടേണം, തൽ പ്രാർത്ഥനയാൽ നിൻ പ്രാർത്ഥനയും കൈക്കൊണ്ടിടും. എല്ലാം മനസ്സിലായോ? നമ്മൾ ഈ പാട്ട് ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ആ വരികൾ നമ്മുടെ ഉള്ളിൽ പതിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് കാണാതറിയാവുന്ന ഗീതമാണെങ്കിലും പുസ്തകം നോക്കി പാടണമെന്ന് പറയുന്നത്. നമുക്ക് കാണാതറിയായിരിക്കും. വെളിപറഞ്ഞൊരു ഈശോ കാണാതറിയാത്ത ആരുണ്ടോ ഓർത്തഡോക്സുകാരിൽ? ആരെങ്കിലും ഉണ്ടോ? പക്ഷെ നിങ്ങൾ പുസ്തകത്തിൽ നോക്കി പാടുമ്പോഴാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ബോധതലങ്ങളിൽ തറയ്ക്കുകയുള്ളൂ. നമുക്ക് പിന്നെ പൊതുവെ നാണക്കേടാണ് ഈ പുസ്തകമൊക്കെ എടുത്ത് പിടിക്കാൻ. പിന്നെ മടി. ഇങ്ങനെ പള്ളികളുടെ വശങ്ങളിൽ ഭിത്തികളിൽ പുസ്തകങ്ങൾ നിറച്ചു നിന്നാലും നമ്മളതിൻ്റെ കീഴി വന്ന് കൈ കെട്ടി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് മിണ്ടത്തുമില്ല. അതാണ് സങ്കടം. ഇനി പോട്ട് ഉറച്ച് പാടുന്നവരാണെങ്കിൽ വേണ്ടില്ല. മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. നമുക്കതെങ്ങനെയാണെന്ന് നമ്മളിനി പറഞ്ഞു കൊടുത്താൽ തന്നെ അത് ഇഷ്ടപ്പെടുകയില്ല. അതാണ് വേറൊരു പ്രശ്നം. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതചര്യകളിൽ ചില നിഷ്ഠകൾ നമ്മളെ തന്നെ മെരുക്കിയെടുത്തെങ്കിലേ നടക്കുകയുള്ളൂ. നമ്മുടെ ജഡത്തിൻ്റെ ഒരു വലിയ ബലഹീനതയാണ്. അതായത് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ എന്തിനാണ്? ജഡത്തെ നിയന്ത്രിക്കാനാണ്. ജഡത്തെ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ നോമ്പ് നമ്മൾ പാലിക്കുന്നത് എന്തിനാണ്? ഒരു കാര്യവും സാധിച്ചെടുക്കുവാനായിട്ട് നോമ്പ് അനുഷ്ഠിക്കരുത്. എന്ത് കാര്യം? എൻ്റെ അസുഖം മാറണം, ക്യാൻസർ മാറണം, അല്ലെങ്കിൽ കല്യാണം കുഞ്ഞുങ്ങളെ നടക്കണം, വീട് പണി നടക്കണം, കടബാധ്യതകൾ മാറണം. ഇതൊന്നും നേടിയെടുക്കാനുള്ള ഉപാധിയല്ല നോയമ്പ് അനുഷ്ഠാനം എന്ന് പറയുന്നത്. പിന്നെന്താണ്? നോമ്പ് അനുഷ്ഠാനം എന്ന് പറയുന്നത്
നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുവാനാണ്. ശുദ്ധീകരിച്ചെടുക്കാൻ ആദ്യം വേണ്ടത് ജഡത്തിലുള്ള നിയന്ത്രണമാണ്, ശരീരത്തിൽ. കർത്താവ് വിശുദ്ധനും മഹാപരിശുദ്ധനും അത്യുന്നതനും സർവശക്തനും ദൈവവുമായിരിക്കെ തൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി കളങ്കം പോലും ഇല്ലാതിരിക്കെ, പാപമില്ലാത്തവനായിരിക്കെ, നമ്മുടെ പാപം മുഴുവൻ ശരീരത്തിൽ എടുത്തു എന്നാണ് പറയുന്നത്. 1 പത്രോസ് 1:24 വായിക്കാമോ? 1 പത്രോസ് 1:24. നാം അല്ല 1 പത്രോസ് 2:24 ആണെന്ന് തോന്നുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ചേർത്ത് യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായം വായിക്കേണ്ടതാണ്. വായിക്കേണ്ട, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഈ 1 പത്രോസ് 2:24 ആ വാക്യത്തിന്റെ സൈഡിലായിട്ട് ചെറുതായിട്ട് എഴുതിയിട്ടേക്കണം, യെശയ്യാവ് 53. അങ്ങനെയൊക്കെയാണ് ഈ ഇണവാക്യങ്ങൾ ചേർത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. യെശയ്യാവ് 34:16 വായിച്ചാൽ പെട്ടെന്ന് വായിക്കണം. യെശയ്യാവ് 34:16 പെട്ടെന്ന് വായിക്കണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അതിലൊന്നും കാണാതിരിക്കില്ല, അതിൽ ഒന്നിനും ഇണ കിട്ടാതെ ഇരിക്കില്ല. യഹോവയുടെ വായല്ല കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അതിനെ കൂട്ടിവരുത്തിയത്. ദൈവത്തിന്റെ ആത്മാവ് കൂട്ടി വരുത്തുന്ന ജീവന്റെ വചനങ്ങളാണ്. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, തിരുവെഴുത്തുകൾ ദൈവനിശ്വാസീയമാകയാൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദൈവനിശ്വാസീയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിന്റെ ശ്വാസമാണ്. ശ്വാസത്തിന്റെ സുറിയാനി പദം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ ശ്വാസത്തിന് മറ്റൊരു വാക്ക് പറഞ്ഞാൽ കാറ്റ് എന്നാണ് അർത്ഥം. കാറ്റ്. കാറ്റിന്റെ സുറിയാനി പദം എന്താണെന്നറിയാമോ? കാറ്റിന്റെ സുറിയാനി പദം അറിയണം, നിങ്ങൾ എന്നും കേൾക്കുന്നതാണ്. എന്താണ്? അച്ഛന്മാര് പറയണ്ട, നിങ്ങൾ പറയണം. റൂവാഹ്. അതിനെയാണ് നമ്മൾ റൂഹ എന്ന് വിളിക്കുന്നത്. ജീവനുള്ള പരിശുദ്ധ റൂഹ. റൂഹ എന്ന് പറഞ്ഞാൽ കാറ്റെന്നാണ് അർത്ഥം. കാറ്റ് എവിടേക്ക് വരുന്നു, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നത് എന്നും അറിയുന്നില്ല. ഇത് റൂഹ, പരിശുദ്ധ റൂഹയാണ്. അപ്പോൾ കർത്താവിന്റെ ശ്വാസം എന്ന് പറയുന്നത് റൂഹയാണ്. അതിന് ജീവനുണ്ട്. അതുകൊണ്ടാണ് ജീവനുള്ള പരിശുദ്ധ റൂഹ നമ്മൾ എപ്പോഴും പറയുന്നത്. റൂഹോ ഹായോ കാദീശോ എന്നാണ് പറയുന്നത്. ബ്രോ ഹായോ കാദീശോ എന്ന് പറയാറില്ല, ആബോ ഹായോ കാദീശോ എന്ന് പറയാറില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനില്ലെന്നല്ല അർത്ഥം. പക്ഷേ റൂഹായെ പറ്റി പറയുമ്പോൾ ഹായോ എന്നുള്ള ആട്രിബ്യൂട്ട് ചേർക്കും. കാരണം ഹായോ എന്ന് പറഞ്ഞാൽ അർത്ഥം ജീവനുള്ള എന്നാണ്. ജീവനുള്ള റൂഹ. അത് തിരുവെഴുത്തുകൾ ദൈവനിശ്വാസീയമാണെന്ന് എന്ന് പറഞ്ഞാൽ ഇത് റൂഹായാണെന്ന് നമ്മളിത് വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ റൂഹായുടെ സാമീപ്യം, കർത്തൃ സാമീപ്യം, പിതാവിന്റെ സ്നേഹം, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളിലേക്ക് അനുഭവപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ പറയട്ടെ, ഈ ക്രിസ്തീയ ജീവിതം പോലെ മുഷിപ്പുള്ള ഒരു ജീവിതം വേറെ ഇല്ല. ഭയങ്കര ബോറാണ്. നോമ്പനുഷ്ഠാനം, പ്രാർത്ഥന, വെളുപ്പിനെ എണ്ണീക്കല്, കുർബാന. എന്തുകൊണ്ടാണ് കുർബാന 5 മിനിറ്റ് നീണ്ടു പോകുമ്പോൾ നമുക്ക് ആ പാടെ ബുദ്ധിമുട്ട് തോന്നുന്നത്? സാന്നിധ്യം കിട്ടിയില്ല. അതാണ്. ആരാധിച്ചു, പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്തു, കർത്താവിനെ കാണുന്നില്ല. അപ്പവീഞ്ഞുകളിലും ആത്മബോധത്തിലും യേശു ഇങ്ങനെ നിറഞ്ഞ് ജീവനോടെ നിൽക്കുന്നത് കാണുന്നില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? പള്ളിയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടെ എന്നാൽ പിന്നെ ഓഫീസിൽ പോയിരിക്കാമെന്ന് വിചാരിക്കും. ഓഫീസ് തുറന്ന് ഇങ്ങനെ ഇരിക്കും. അവിടെ ഇങ്ങനെ പരിപാടികളാണ്. വിശുദ്ധ കുർബാന ഇവിടെ കർത്താവിനെ എഴുന്നള്ളിക്കുകയാണ് യേശു. ഇപ്പൊ യേശു എന്താണെന്നും അവന്റെ സജീവ സാന്നിധ്യത്തിന്റെ ഭയപ്പാടെന്താണെന്നും തിരിച്ചറിയുന്നില്ലാത്തത് കൊണ്ട് ഇത് മുഷിപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തീയ ജീവിതം സാന്നിധ്യം കിട്ടുന്നില്ലെങ്കിൽ മുഷിപ്പാണ്. വേദപുസ്തകം വൈകിട്ട് വായിക്കാണ്ടിരിക്കുമ്പോൾ കർത്തൃ സാന്നിധ്യം എൻ്റെ മുമ്പിലിരുന്ന് ഈ മാത്യുസ് ബാപ്പച്ചനോട് ദൈവം സംസാരിച്ച പോലെ ഇതിൻ്റെ ഉള്ളിലെ യഹോവയുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര മുഷിപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട എന്താണ്? കർത്താവെ, നിന്റെ സാന്നിധ്യം, നിന്റെ ജീവനുള്ള പ്രസൻസ് എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. പിന്നെ അവിടെ ഇരിക്കാൻ ആനന്ദമാണ്.
അങ്ങനെ ആനന്ദം അനുഭവിക്കുന്നവരോടെ കർത്താവ് ചെവികളിലേക്ക് സംസാരിക്കത്തുള്ളൂ. അതിലേക്ക് ഞാൻ വരികയാണ്. ഈ പ്രാർത്ഥന എന്താണെന്ന് മാത്രം പറഞ്ഞിട്ട് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാടിയത് എന്താണ്? ഞാനൊന്നുകൂടെ അതിൻ്റെ വായിച്ച് കേൾപ്പിക്കാം. പ്രാർത്ഥിച്ചിടുന്ന ആത്മാവേ നീ കൈക്കൊള്ളുക ധൈര്യം, നിൻ പേർക്കെന്നും പ്രാർത്ഥിക്കുന്നു ദൈവതനുജൻ. ഞാൻ മുമ്പേ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് അതിലെ കർത്താവ്? കർത്താവ് എന്ന് പറഞ്ഞാൽ ഗ്രാമറാണ് ചോദിച്ചത്. സബ്ജക്റ്റ് ആരാണ്? സബ്ജക്റ്റ് ആരാണ്? കർത്താവ് യേശു എന്നല്ല ഉദ്ദേശിച്ചത്. സബ്ജക്റ്റ് ഗ്രാമാറ്റിക്കലി ഞാനൊരു പ്രക്രിയ ചെയ്യുമ്പോൾ അതിലെ കർത്താവ് ആരാണ്? ഗ്രാമർ അധ്യാപകരുണ്ടെങ്കിൽ പറയൂ. ഞാൻ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളാണ് അതിലെ കർത്താവ്. അതുകൊണ്ടാണ് നിങ്ങൾ അന്നേരം ഉത്തരം പറഞ്ഞത് ഞാനാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മളാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇന്ന് തൊട്ട് ആ ചിന്ത അങ്ങ് മാറ്റിക്കൂ. നമ്മൾ ആരാധിക്കുകയോ നമ്മൾ പ്രാർത്ഥിക്കുകയോ നമ്മൾ വേദവസ്തം വായിക്കുകയോ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പക്ഷെ നമ്മളല്ലേ ചെയ്യുന്നത്? ആണോ? നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, നമ്മൾ ആരാധിക്കാൻ വരുമ്പോൾ, നമ്മൾ വേദവസ്തം വായിക്കുമ്പോൾ നമ്മളാണ് ചെയ്യുന്നത്, പക്ഷെ നമ്മളല്ല ചെയ്യുന്നത്. ഇയാൾക്ക് വട്ടാണോ? നീ പ്രാർത്ഥനയിലേക്ക് നോക്കൂ. പ്രാർത്ഥിച്ചിടുന്ന ആത്മാവേ, പിതാക്കന്മാർ പ്രാർത്ഥനയിൽ പറയാണ്, പ്രാർത്ഥിച്ചിടുന്ന ആത്മാവേ നീ കൈക്കൊള്ളുക ധൈര്യം. പ്രാർത്ഥിക്കുന്ന എല്ലാ ആത്മാക്കളുമേ നിങ്ങൾ ധൈര്യമായിരിക്കൂ. കാരണം നിൻ പേർക്ക് എന്നും പ്രാർത്ഥിക്കുന്നു ദൈവതനുജൻ. നിന്റെ പേർക്ക് ദൈവതനുജൻ അതാരാണ്? ദൈവവും പുത്രനായ യേശു നിന്റെ പേർക്ക് എന്നും പ്രാർത്ഥിക്കുന്നു. തെളിവുണ്ടോ? ചുമ്മാ പറഞ്ഞാൽ പറ്റത്തില്ല. തെളിവുണ്ടോ? എവിടെ തെളിവ്? എവിടെ? ലൂക്കോസിന്റെ സുവിശേഷത്തില്. എനിക്ക് വേണ്ടി, എൻ്റെ ചോദ്യം കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം. എനിക്ക് വേണ്ടി 2025 മാർച്ച് മാസം എത്ര തീയതി? 7-ാം തീയതി കർത്താവ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി എന്നെങ്കിലും കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചത്. ചുമ്മാ പറഞ്ഞാൽ പറയില്ല. ഉണ്ടെന്ന് കാണിച്ചു തരും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷവും റോമർക്ക് എഴുതിയ ലേഖനവും പഠിക്കാതെ എൻ്റെ പൊന്നു ദൈവജനമേ നിങ്ങൾ മരിച്ചു പോകരുത്. തീരാ നഷ്ടമാണ്. ഇത് രണ്ടും പഠിപ്പിച്ചു തരാതെ പറ്റത്തുമില്ല. അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. ചുമ്മാ വായിച്ചു വിടുന്ന സംഗതിയല്ല. അച്ഛൻ സൂചിപ്പിച്ച പോലെ ഞാൻ ഈ സെതറാ ചിന്തകളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ റോമൻസിൻ്റെ സ്റ്റഡി മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവിലാണ്. പിന്നെ സെതറാ ചിന്തകളുണ്ട്. ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് അവിടെ ക്ലാസ് ഉള്ളതായിരുന്നു. ഞാൻ വേറൊരിടത്ത് പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ക്യാൻസൽ ചെയ്ത്, പക്ഷേ എല്ലാ ദിവസവും ഓൺലൈനായിട്ട് എടുത്തുള്ളതാണെന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത്. അത് ഇന്ന് എടുക്കേണ്ട ക്ലാസ് ഇന്നലെ റെക്കോർഡ് ചെയ്ത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിൽ ഓർത്തഡോക്സ് പ്രൈസസ് എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് നോക്കിയാൽ വരും. ഓർത്തഡോക്സ് പ്രൈസസ് എന്നൊരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് എല്ലാ ദിവസവും സഹറാചിന്തകൾ, നോയമ്പിലെ എല്ലാ സഹറാചിന്തകളും ഇടുന്നുണ്ട്. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. ഇപ്പം തന്നെ യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം ദിവസം ഓരോ വെള്ളിയാഴ്ചയും 1.5 മണിക്കൂർ വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ 60 എപ്പിസോഡായി. 60 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 100 മണിക്കൂർ പഠിപ്പിച്ചിട്ട് 6 അധ്യായമേ ആയിട്ടുള്ളൂ. ഇനിയും കിടക്കുക. എന്ന് തീരുമെന്നറിയില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എൻ്റെ സാരം അത്രയ്ക്കും ദൈവിക രഹസ്യങ്ങൾ, നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. അത് വായിക്കും തോറും അതിൽ ആഗ്രഹിച്ച് ദാഹിച്ച് വായിച്ചാൽ നമ്മൾ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിക്കും. യെരമ്യാവ് 15:16 പറയാമോ? യെരമ്യാവ് 15:16 വായിക്കാമോ? എന്താണ്? ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതെന്റെ ഹൃദയത്തിന് സന്തോഷം, എൻ്റെ ജീവിതത്തിന് ആനന്ദവുമാകുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എൻ്റെ മേൽ വിളിച്ചിരിക്കുന്നുവല്ലോ. വചനത്തോട് ദാഹം. അങ്ങനെ ദാഹമുള്ളവർക്ക് മാത്രമേ രഹസ്യങ്ങൾ വെളിപ്പെടുത്തത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് രഹസ്യങ്ങൾ കിട്ടത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ അധിക ദൂരമൊന്നും പോയില്ലെങ്കിൽ സാധാരണ മീനിനെയൊക്കെ ആയിരിക്കും കിട്ടുക. ചാള, മത്തി, പിന്നെ എന്താ പറയുന്നത്, കാരി, കുരി എന്നൊക്കെ പറഞ്ഞ് കുറേ മീനുകളുണ്ടല്ലോ, അതൊക്കെ കിട്ടും.
നല്ല കുറച്ചും കൂടെ രുചിയുള്ള വില കൂടിയ മീൻ വേണമെങ്കിൽ കുറച്ചുകൂടെ ആഴത്തിൽ പോകണം. ആഴത്തിൽ നെയ്മീന് ആ ഒലിയൊക്കെ താഴെ ഇച്ചിരി ആഴത്തില്ല. ഓർത്തഡോക്സി അവിടെയല്ല കിടക്കുന്നത്. സ്വർണ്ണ മത്സ്യമാണ്. സ്വർണ്ണ മത്സ്യം അതെവിടെ ചെല്ലണം? അടിത്തട്ടി ചെല്ലണം. അടിത്തട്ടി ചുമ്മാ പോകാൻ പറ്റില്ല. വെറുതെ എടുത്ത് ചാടി അടിത്തട്ടിലേക്ക് വല വീശാന്ന് വിചാരിക്കേണ്ട. വെറുതെ ചുമ്മാ എന്തെങ്കിലും ഒരു നീന്തലൊക്കെ പഠിച്ചിട്ട് അടിത്തട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കണം, നടക്കില്ല. അതിന് ട്രെയിനിങ് എടുക്കണം, അത് പഠിക്കണം, പ്രത്യേക സജ്ജീകരണങ്ങൾ ക്രമീകരിക്കണം, ദേഹത്ത് പിടിപ്പിക്കണം, മറ്റുള്ളവർ ഇത് വാച്ച് ചെയ്യണം. എന്നിട്ട് അയാൾ ആഴത്തിലേക്ക് പോവുകയാണ്. അടിത്തട്ടി ചെന്നാൽ അവിടെ ആനന്ദമാണ്, വേറൊന്നുമില്ല. ആ ട്രെയിനിങ് ഇതുപോലെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാനുള്ള, അവിടെയുള്ള സ്വർണ്ണ മീനുകളെ കണ്ടെത്തുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും. അത് ആർക്കും നിഷേധിച്ചിട്ടില്ല. എല്ലാവർക്കും സൗജന്യമായിട്ടാണ് ഇത് കൊടുക്കുന്നത് തൻ്റെ കൃപയാൽ. എഫേസ്യർ 2:1 അധ്യായത്തിലുണ്ട് 14 വാക്യം തൊട്ട്. അവൻ്റെ കരുണയാലും കൃപയാലുമാണ് നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് പിന്നെയും വരികയാണ്. കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പറയാമോ? തെളിവ് സഹിതം. ഞാൻ സമയം കളയുന്നില്ല, എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എടുക്കാം. 17-ാം അധ്യായം. ആ അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറയാമോ? അതിനെപ്പറ്റി പറയുന്ന പറഞ്ഞാട്ടെ. എന്താണ്? മഹാപുരോഹിത പ്രാർത്ഥന എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഉടനടി കുരിശിലേക്ക് കയറാൻ പോവുകയാണ്. കർത്താവിനറിയാം താൻ വധിക്കപ്പെടുവാൻ പോകുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. കർത്താവിന്റെ ക്രൂശ് മരണം ആരാണ് പദ്ധതിയിട്ടത്? കർത്താവിന്റെ ക്രൂശ് മരണം ആരാണ് പദ്ധതിയിട്ടത്? പ്ലാൻ ചെയ്തത് ആരാണ്? പിതാവാം ദൈവം ആദ്യകാലത്തെ പ്ലാനിങ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ, അതൊക്കെ ഞാൻ സമ്മതിച്ചു, ദൈവത്തിന്റെ പദ്ധതിയിലാണ്. ആ ലോകാരംഭം മുമ്പേ അറുക്കപ്പെട്ടവനായി ഈ ലോകത്തിലേക്ക് വന്ന പദ്ധതി, രക്ഷാപദ്ധതി. അത്രയ്ക്ക് തിയോളജിയിലേക്ക് പോകണ്ട. ഞാൻ വളരെ സാധാരണമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. കർത്താവ് ജീവിച്ചിരിക്കുന്നു, കർത്താവ് ഒരാഴ്ചക്കുള്ളിൽ വധിക്കപ്പെടുവാൻ പോകുന്നു. ആ വധം ആരാണ് പദ്ധതിയിട്ടത്? ആരാണ്? ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തത് ആരാണ്? മരം എവിടെ നിന്ന് എടുക്കണം, ആണി ഏതെടുക്കണം, അല്ലെങ്കിൽ ഏതുവഴി നടത്തണം, എങ്ങനെ ക്രൂശിക്കണം, ഇതെല്ലാം പദ്ധതിയിട്ടത് ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ്? ഒന്ന് ഉറച്ചു പറഞ്ഞു. ഒന്നും കേൾക്കുന്നില്ല. ഇത്രയും പേരുണ്ടായിരുന്നു. എന്താണ്? അയ്യോ, എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങളിങ്ങനെ വെറുതെ ഇരുത്താൻ എനിക്ക് എന്തുവല്ല ഉദ്ദേശമില്ല. എൻ്റെ ഗതികേടിന് ഞാനൊരു അധ്യാപകന്റെ മകനായിപ്പോയി. അധ്യാപകന്മാരുടെ മക്കൾ അനുഭവിക്കുന്ന ആ ഗാർഹിക പീഡനങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? സന്തോഷത്തോടെ പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഗുണമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. വേറെ കാര്യം. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് ഇപ്പം ചോദിച്ചത്? ഞാൻ മറന്നുപോയി. എന്താണ്? ആരാണ് കർത്താവിൻ്റെ മരണം പ്ലാൻ ചെയ്തത്? ആരാണ് എന്ന് പറയാമോ? യഹൂദന്മാർ, പീലാത്തോസ്, ഹെരോദാവ്. ആരാണ്? കർത്താവ് തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കർത്താവ് തന്നെയാണ് കർത്താവിൻ്റെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് പെസഹയൊക്കെ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് ഈ പെസഹ ഞാൻ നിങ്ങളോട് കഴിക്കാൻ അതിയായി വാഞ്ചിക്കുന്നു. പക്ഷേ പുറത്തിറങ്ങിയ യഹൂദന്മാർ പിടിക്കും. അതുകൊണ്ട് ഒളി സങ്കേതത്തിൽ തന്നെ നടത്തണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും കർത്താവിന് വേണ്ടി ഒരാളെ ചിട്ടപ്പെടുത്തി മർക്കോസിന്റെ മാളയെ ക്രമീകരിച്ച് ആ പെസഹയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച്. കാരണം യൂദായ്ക്കറിയാം പുറത്തിറങ്ങിയാൽ അവൻ ഒറ്റിക്കൊടുത്ത്, യൂദായ്ക്കല്ല കർത്താവിനറിയാം പുറത്തിറങ്ങിയാൽ യൂദ ഒറ്റിക്കൊടുത്ത് പിടിക്കപ്പെടും. അതുകൊണ്ട് പെസഹ നടക്കാതെ പോകും. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് പെസഹ നിങ്ങളോടുകൂടെ കഴിക്കണമെന്ന് അതിയായി വാഞ്ചിച്ചുകൊണ്ട് പ്രത്യേകമായ രീതിയിൽ അത് ഒരുക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും കർത്താവാണ് ചെയ്തത്. ആ ക്രമീകരണങ്ങൾക്കും മുമ്പായി ചങ്ക് തകർന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഈ 17-ാം അധ്യായം. അതിനെയാണ് മഹാപുരോഹിത പ്രാർത്ഥന എന്ന് പറയുന്നത്. കർത്താവ് മഹാപുരോഹിതനായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഈ 7-ാം തീയതി ഇന്ന് ഇവിടെ നിന്ന് വചനം പറയുന്ന എനിക്ക് വേണ്ടിയും ഈ വേദിയിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കർത്താവിൻ്റെ വൈദികർക്ക് വേണ്ടിയും ഈ വന്നുകൂടി വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതിന് 14-ാം അധ്യായം എത്രാം വാക്യമാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാമോ? 14-ാം അധ്യായം എത്രാമത്തെ വാക്യത്തിലാണ് അത് പറയുന്നത്? കണ്ടുപിടിച്ചോ? 17-ാം അധ്യായം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു നിന്നാൽ
പിതാവേ, നാഴിക വന്നിരിക്കുന്നു. ആ ഭാഗത്ത് താഴോട്ട് 9-ാം വാക്യം തൊട്ട് വായിച്ചേ. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എന്റേതെല്ലാം നിന്റേതും നിന്റേതെല്ലാം എന്റേതും ആകുന്നു. താഴോട്ട് വായിച്ചേ. ഇനി നിങ്ങൾ വായിക്കേണ്ട 19-ാമത്തെ വാക്യമാണ്. അത് അന്നുള്ള ശിഷ്യന്മാർക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഒക്കെ കർത്താവ് പ്രാർത്ഥിച്ചിട്ട് 19-ാമത്തെ വാക്യം വായിച്ചേ. അവരും സാക്ഷാൽ വിശദീകരിക്കപ്പെടേണ്ടതിന്. അവരും എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം പ്രാർത്ഥിച്ച ആരെ പറ്റിയാണ്? അവർ ശിഷ്യന്മാരെ പറ്റിയും തന്നിൽ വിശ്വസിക്കുന്നവരെ പറ്റിയും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. അവരും സാക്ഷാൽ വിശദീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശദീകരിച്ചിരിക്കുന്നു. അവിടെ നിർത്തിയേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോയമ്പനുഷ്ഠിക്കുന്നത് വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, ആണല്ലോ. നമ്മളെ ശുദ്ധി ചെയ്യുവാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ഇനി ഉച്ചയും കുത്തി നിന്ന് നോയമ്പനുഷ്ഠിച്ചാലും വിശദീകരിക്കപ്പെടില്ല. ഞാൻ വിശദീകരിക്കപ്പെടണമെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി അവൻ തന്നെ വിശുദ്ധീകരിക്കണം. അതിനാണ് അവൻ കാൽവരിയിൽ കയറി രക്തം ചൊരിഞ്ഞ് നമ്മളെ ശുദ്ധീകരിച്ചത്. ഇനി അടുത്ത 20-ാം വാക്യം വായിച്ചേ. അവിടെയാണ് അതിന്റെ കാര്യം കിടക്കുന്നത്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കും. അപ്പനോട് ചങ്കുപൊട്ടി അപേക്ഷിച്ച ആ അപേക്ഷ അഭയാചനയിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ശരീരത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ മൂലപദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളെയും വഹിച്ചുകൊണ്ടാണ് കർത്താവ് ക്രൂശിലേക്ക് കയറിയത്. കർത്താവ് ഇത് ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. കർത്താവ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? യേശു കണ്ണുനീർ വാർത്തു. എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, അല്ലേ? യേശു കണ്ണുനീർ വാർത്തു. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു കണ്ണുനീർ വാർത്തു എന്ന് പറയും. എന്നാൽ യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ കണ്ണുനീർ വാർത്തത് വേറെ ഉദ്ദേശമാണ്. എനിക്ക് എപ്പോഴും സംശയം ഉണ്ടാക്കിയിരുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന, കർത്താവേ, നിനക്കറിയാമായിരുന്നല്ലോ ലാസർ ഉയർക്കുമായിരുന്നു എന്നുള്ളത്, പിന്നെന്തിനാണ് നീ കരഞ്ഞത്? ചേടാ, ലാസർ ഉയർക്കുമെന്നുള്ള കർത്താവിന് അറിയാമായിരുന്നോ? പിന്നെ കർത്താവ് കരയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ആ ഉദ്ദേശം വേറെ, അതിലേക്ക് ഞാനിപ്പം പോകുന്നില്ല, അത് പോട്ടെ. കർത്താവ് പിതാവാം ദൈവത്തോട് ഉറച്ച നിലവിളിയോടും അപേക്ഷയോടും അഭയാചനയോടും കൂടെ കരഞ്ഞുകൊണ്ടിരുന്നു എല്ലാ ദിവസവും എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കാമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിച്ചു. പെട്ടെന്ന് വായിക്കണം. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് എടുക്കുന്ന എല്ലാവരും ഉറച്ചങ്ങ് വായിച്ചു. നിങ്ങൾ ഈ വചനം വായിക്കണം, ഇത് വായിൽ നിന്ന് വരണം. ഇതിന്റെ പ്രയോജനം എന്താണെന്നൊന്നും പറയാൻ സമയമില്ല, അല്ല ഞാൻ പറഞ്ഞു തന്നെയായിരുന്നു. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിയുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കൽ കരഞ്ഞത് ആ കരച്ചിലല്ല. ഇത് ദൈവസന്നിധിയിൽ പിതാവിന്റെ മുമ്പാകെ ഉറച്ച കണ്ണുനീരോടും അപേക്ഷയോടും അഭയാചനയോടും കൂടെ ദിവസവും, ഇത് കർത്താവിന്റെ മാതൃക നമ്മൾ പിൻപറ്റേണ്ടതാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. കണ്ണുനീരിന്റെ വരവില്ലെങ്കിൽ അത് ചോദിച്ചു വാങ്ങിക്കണം. അപ്രയം പിതാവിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? അപ്രയം ആരായിരുന്നു? സഭയുടെ ഒരു കാലത്ത് അറിയൂസ് വേദവിധത്തെ എതിർത്തുകൊണ്ട് വിശുദ്ധനായി ജീവിച്ച ഒരു പൂർണ്ണ ഷമ്മാശനായിരുന്നു അദ്ദേഹം. അച്ഛനായില്ല. കാര്യം എന്താണെന്നറിയാമോ? അദ്ദേഹം അച്ഛനായില്ല, ഷമ്മാശനായിരുന്നു. കാര്യം എന്താണെന്നറിയാമോ? കാര്യം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം വിശുദ്ധിയുടെ വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന ആളാണ്. ദൈവം വരപ്രസാദം നൽകി ദൈവിക മർമ്മങ്ങളുടെ രഹസ്യങ്ങളുടെ കല്ലറകൾ തുറക്കുവാനുള്ള ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ ശരീരം വഹിക്കുവാനുള്ള യോഗ്യത എൻ്റെ കൈകൾക്കില്ല, അതുകൊണ്ട് ഞാൻ പുരോഹിതൻ ആകുന്നില്ല. എൻ്റെയൊക്കെ ഈ തൊലി അങ്ങ് ഉരിഞ്ഞങ്ങ് പോയി അത് വായിച്ചപ്പോൾ. തൊലി ഉരിഞ്ഞങ്ങ് പോയി. കുർബാന ഇങ്ങോട്ട് കഴിഞ്ഞ് ഒരു പൊതുയോഗം നടത്തിയാൽ അവിടെ തീർന്നു നമ്മുടെ ആധ്യാത്മികതയെല്ലാം. ആരാധന നടന്ന സ്ഥലമാണെന്നോ, കർത്താവ് ഇറങ്ങിയ സ്ഥലമാണെന്നോ, ബലിപീഠത്തിൽ അവൻ ഇറങ്ങി ആവശ്യ സ്ഥലമാണെന്നോ, ആരാധന
ഗീതങ്ങൾ മാലാഖമാരുടെ സ്തുതിപ്പുകളോട് ചേർന്ന് നടത്തിയ സ്ഥലമാണെന്നോ ഒന്നും ഓർക്കാതെ നമ്മൾ വന്നതിനേക്കാളിൽ വഷളത്തരത്തിൻ്റെ ആത്മാവോടുകൂടി ദേവാലയത്തിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുകയാണ്. ഇത് വേറൊരു ദൈവശാസ്ത്രമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിതാക്കന്മാർ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥനയോട് നമ്മുടെ പ്രാർത്ഥന ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ഇനി ആ വെള്ളിയാഴ്ച രാത്രി നമസ്കാരത്തിലെ പ്രാർത്ഥന ഒന്നും കൂടെ വായിച്ചു കേൾപ്പിക്കാം. പ്രാർത്ഥിച്ചിടുന്ന ആത്മാവേ, അതായത് പ്രാർത്ഥിക്കുന്ന ആത്മാവേ, നീ കൊള്ളുക ധൈര്യമായിട്ടിരിക്കണം. കാര്യം എന്താണ്? നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ടൊന്നുമല്ല ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത്. പിന്നെയോ നിൻ പേർക്കെന്നും പ്രാർത്ഥിക്കുന്നു ദൈവതനുജൻ. കർത്താവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പിതാവാം ദൈവത്തോട്. ആ പ്രാർത്ഥനയിൽ നിൻ പ്രാർത്ഥനയും ചേർത്തിയിടണം. ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ ഉപവാസം കൊണ്ട് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന്. പിന്നെന്താണ് സംഭവിക്കുന്നത്? ഇത്രയും പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ മറുപടി പറയണം. നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് അനുഷ്ഠിച്ച നോമ്പിനോട് നമ്മുടെ നോയമ്പ് ചേർത്ത് വയ്ക്കുകയാണ്. അല്ലാതെ നമ്മൾ ഇനി, ഞാൻ പറഞ്ഞില്ലേ, ഉച്ചയും കുത്തിന്ന് നോമ്പ് നോറ്റാലും നമ്മൾ പൂർണ്ണമായി നോമ്പ് നോൽക്കുവാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ജഡം അങ്ങനത്തെ ഒരു സാധനമാണ്. ഈ ജഡത്തിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, സൂഹിക്കണം, പാപം ചെയ്യണം. പാപം ചെയ്യുന്നത് സൂഹിക്കാൻ വേണ്ടിയാണ്. ഈ ജഡം അങ്ങനെയാണ്. അപ്പൊ ആ ജഡത്തെ തോൽപ്പിക്കുവാനാണ് ജഡത്തിൽ തന്നെ നമ്മൾ നോയമ്പനുഷ്ഠിക്കുന്നത്. ജഡത്തിൽ തന്നെ നമ്മൾ നോയമ്പനുഷ്ഠിക്കുക. അല്ല, ആത്മാവ് നോയമ്പനുഷ്ഠിക്കുമ്പോൾ ജഡം സഹകരിച്ചില്ലെങ്കിൽ ആ നോയമ്പ് വ്യർത്ഥമായി പോകും. നോയമ്പിലെ നമസ്കാരത്തിൽ മറ്റൊരു ഗീത ഇപ്രകാരമുണ്ട്: ഭക്ഷ്യത്തിൽ മാത്രം നോമ്പേൽ പോൻ നേരായി നോമ്പേൽ പോനല്ല നിഷ്ഫലമായിടുമീ ഭക്ഷണ നോമ്പതിനെ ദ്വേഷിപ്പു ദൈവം. ഹല്ലേലൂയ്യായോ ഹല്ലേലൂയ്യ, അന്യായം വിടുവിൻ. പക്ഷത്തിൽ മാത്രം. ചിലരങ്ങനെ ഉണ്ട്, ഭയങ്കര ഉപവാസമാണ്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങ് ഭയങ്കര ഉപവാസം. പക്ഷേ അയൽവക്കക്കാരനോട് മിണ്ടില്ല, വീട്ടിൽ ഭാര്യയോട് മിണ്ടില്ല, കുഞ്ഞുങ്ങളുമായിട്ട് വഴക്ക്. ഇങ്ങനെ നോമ്പനുഷ്ഠിച്ച് കഥയില്ല. അതുകൊണ്ടാണ് പക്ഷത്തിൽ മാത്രം. പക്ഷെ പക്ഷത്തിൽ കൂടി അല്ലാതെ ജഡത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് കൺട്രോൾ ചെയ്യാൻ മാർഗമില്ല. കർത്താവിനെ ആദ്യം പരീക്ഷിച്ചത് എവിടെയാണ്? ആദ്യം പരീക്ഷിച്ചത് ഏത് പോയിന്റിലാണ്? കാരണം ഒരു മനുഷ്യനെ വീഴ്ത്താൻ പറ്റുന്ന ആദ്യത്തെ പോയിന്റ് ഭക്ഷണമാണ്. ഈ കല്ലപ്പമാക്കാൻ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഓർക്കണം, നമ്മൾ 2 നേരം ഒന്ന് ഉപവസിച്ചിട്ട് 3-ാമത്തെ നേരം എന്ത് കിട്ടിയാലും കഴിക്കത്തക്കവണ്ണം നമ്മളുടെ ജഡം നമ്മളെ ആകർഷിക്കും. അല്ലെ പറയും, കഴിക്കടാ കഴിക്കടാ എന്ന് പറയും. അവിടെ പറയാൻ സാധിക്കണം, എനിക്ക് ഇത് മാത്രമല്ല ആഹാരം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിക്കുവാനുണ്ട്. അത് ഭക്ഷിച്ചിട്ട് അവൻ പറയുന്നെങ്കിൽ ഞാൻ ഈ ജഡമേ നിനക്ക് തരാം, ഇല്ലെങ്കിൽ ശരീരമേ ഞാനത് നിനക്ക് തരില്ല എന്ന് പറയുവാനുള്ള ആത്മീയ നിലവാരം എത്തുന്നതാണ് നോമ്പ്. അല്ലാതെ 50 ദിവസം ഇറച്ചിയും മുട്ടയും മാറ്റി വെച്ചിട്ട് ഈസ്റ്റർ ദിവസം ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ, ഇങ്ങനെ നോക്കി നിൽക്കുക അടുത്ത കോഴിയെ വെട്ടാൻ, അതാണോ നൊയമ്പ്? നൊയമ്പെന്ന് പറയുമ്പോൾ നമ്മളത് മുന്നോട്ട് അടുക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ നൊയമ്പ് അനുഷ്ഠിച്ചിരുന്ന ആ നൊയമ്പനുഷ്ഠാനത്തിൽ നിന്ന് നിങ്ങൾ ഒരു പടി മുന്നിലേട്ട് നിങ്ങളുടെ വിശുദ്ധി വന്നിട്ടുണ്ടോ ഇല്ലയോ? നിന്നാൽ പോരാ. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥനയോടും കർത്താവ് ചെയ്ത എല്ലാ കാര്യത്തോടും നമ്മുടെ ഈ അനുഭവങ്ങളും പ്രാർത്ഥനകളും കഷ്ടതകളും എല്ലാം ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ ശരീരമായ അവൻ്റെ സഭയ്ക്ക് വേണ്ടി പൂരിപ്പിക്കുന്നുവെന്ന് കൊലോസ്യർ 1:24 ഇപ്പോൾ ഞങ്ങൾ കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ അവൻ്റെ സഭയായ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഞാനത് പൂരിപ്പിക്കുകയാണ്. കൊലോസ്യർ 1:24. അപ്പോൾ കഷ്ടാനുഭവമാണെങ്കിലും നമുക്ക് വരുന്ന പ്രയാസങ്ങൾ, ഭാരങ്ങൾ, നൊമ്പരങ്ങൾ, പീഡകൾ, ആധികൾ, വ്യാധികൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ സകലതും കർത്താവ് അല്പം മാറ്റി വെച്ചിട്ടുണ്ട്.
അതിനോട് നമ്മൾ ചേർത്ത് വെച്ച് പിശാചിനെ തകർത്തിട്ട് ആ കിരീടം നമുക്ക് തരുവാനാണ്. തലയെ തകർത്തെങ്കിൽ പിന്നെ വാലിനെ കൊല്ലുവാനാണോ കർത്താവിന് പ്രയാസം? വാല് ബാക്കി വെച്ചിരിക്കുകയാണ്. ഒരു സർപ്പത്തിന്റെ അനാറ്റമി അനുസരിച്ച് ഒരു സർപ്പം ചത്തു എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിന്റെ വാലിന് ജീവൻ പോകണം. തല തകർന്നിട്ട് കാര്യമില്ല. കാൽവറിയിൽ പിശാച് എന്ന സർപ്പത്തിന്റെ തല മാത്രമേ കർത്താവ് തകർത്തിട്ടുള്ളൂ. വാലിന് ജീവനുണ്ട്. ആ വാലിന്റെ ജീവന്റെ ശക്തി അറിയണം എത്രമാത്രമാണെന്ന്. വെളിപാട് 12:4 വായിക്കും. വെളിപാട് 12:4 വാലിന്റെ ശക്തിയെ പറ്റി അറിയാൻ പറ്റും. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ 1/3 ചുഴറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഒരു വാലിന്റെ, പിശാചിന്റെ വാലിന്റെ ശക്തിയാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഇന്ന് തിരുമേനി പ്രസംഗിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നത്തെ ഓരോ സാഹചര്യങ്ങളിലും നിങ്ങൾ കേൾക്കുന്ന വാർത്തകളെല്ലാം പൈശാചികമായ, മൃഗങ്ങൾ പോലും ചെയ്യുവാൻ പറ്റാത്ത മൃഗീയമായ. അതുകൊണ്ട് മൃഗീയമായ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി മൃഗങ്ങൾ ചെയ്യില്ല ഇത്. ഏതെങ്കിലും മൃഗം അതിന്റെ വർഗത്തിലുള്ള ജന്തുവിനെ അടിച്ചു കൊല്ലുന്നതോ തകർക്കുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അങ്ങനെ പറ്റില്ല അവർക്ക്. ഇത് മനുഷ്യന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനിയും ഈ മൃഗങ്ങളെ ഇനിയും മാനുഷികർന്നൊക്കെ വിളിക്കേണ്ടി വരും. ഇങ്ങനെ മാനുഷിക വാസന കാണിക്കാതെ എന്നൊക്കെ പറയേണ്ടി വരും പട്ടിയോട്. ഒരു പട്ടിയെ കടിക്കുമ്പോൾ മൃഗങ്ങൾക്ക് പോലും നാണക്കേടായിരിക്കുകയാണ്. കാരണം ഇതെന്താണ്? ഈ പൈശാചികമായ ഈ വാസന അങ്ങ് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ കർത്താവിൻ്റെ കഷ്ടത്തോട് നമ്മുടെ കഷ്ടം ചേർത്ത് വയ്ക്കുക. ഈ രോഗവും പ്രയാസവും ആദ്യം വ്യാധിയും എല്ലാം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്ന് പറയുമ്പോൾ ഈ വാലിന് ബാക്കി വെച്ചിരിക്കുന്ന ജീവൻ ഇതിൽ കൂടി നമ്മൾ തകർത്തിട്ട് നമുക്ക് ആ കിരീടം തരുവാനാണ്. അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ നിങ്ങളെ അസഭ്യം പറഞ്ഞു. ഉടനെ ഞാൻ ആരാണെന്നറിയാമോ? എൻ്റെ കുടുംബപ്പേര് നിനക്കറിയാമോ? ആരെയാണ് നീ അസഭ്യം പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നതിൻ്റെ അപ്പുറത്തേത് അങ്ങോട്ട് തിരിച്ചു പറയുമ്പോൾ ഈ വാലിനെ നമ്മൾ ചെയ്തത് ഒന്നും കൂടെ ഭക്ഷണം കൊടുത്ത് കൊഴിപ്പിച്ചു എന്നാണ് അർത്ഥം. എന്നാൽ അത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നു. അവൻ്റെ നീതി അനുസരിച്ച് എൻ്റെ നിമിത്തം സകല ദുർവചനങ്ങളും നിങ്ങളുടെ നേരെ വ്യാജമായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നുള്ള ഉൾനട്ടതായ വചനം, യാക്കോബ് 1:21 പറയുന്ന ഉൾനട്ടതായ വചനം നമ്മുടെ ഉള്ളിൽ ശക്തിയോടെ അത് സംസാരിക്കുമ്പോൾ നമുക്ക് അവനെ സ്നേഹിക്കുവാനും നമുക്ക് മൗനമായിരിക്കാനും പറ്റുമ്പോൾ വാല് ഒരു ഭാഗം ചത്തു. ഇങ്ങനെ വാലിനെ മുഴുവൻ കൊല്ലുന്നത് വരെ ഈ ദുഷ്ടലോകത്തിൽ ദുഷ്ടത കളിയാടിക്കൊണ്ടേയിരിക്കും. ദൈവമക്കളാണ് ഈ വാലിനെ കൊല്ലേണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് ഇപ്പോഴും കയറിയിട്ടില്ല കേട്ടോ, സമയം കഴിയാറായി. അതുകൊണ്ട് പക്ഷെ അതിലേക്ക് കയറാതെ ഞാൻ പോകത്തുമില്ല. നിങ്ങൾ പേടിക്കേണ്ട, സമയത്തിനനുസരിച്ച് ഞാനത് തീർപ്പാക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? മനോഹരമായ ഒരു പ്രാർത്ഥന വേദപുസ്തകത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാൻ പോവുകയാണ്. വേദപുസ്തകത്തിൽ അനേകം പ്രാർത്ഥനകളുണ്ട്, അറിയാമോ? അതിമനോഹരമായ പ്രാർത്ഥനകൾ. അബ്രഹാമിൻ്റെ പ്രാർത്ഥനയുണ്ട്, മോശയുടെ പ്രാർത്ഥനയുണ്ട്, അഹരോന്റെ പ്രാർത്ഥനയുണ്ട്, യോശുവയുടെ പ്രാർത്ഥനയുണ്ട്, എസ്രാ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയുണ്ട്, എസ്തേറിൻ്റെ പ്രാർത്ഥനയുണ്ട്, യെശയ്യാവിൻ്റെ പ്രാർത്ഥനയുണ്ട്, യെരമ്യാവിൻ്റെ പ്രാർത്ഥനയുണ്ട്, എഹെസ്കേലിന്റെ പ്രാർത്ഥനയുണ്ട്, ആമോസിന്റെ പ്രാർത്ഥനയുണ്ട്, ഇയ്യോബിന്റെ പ്രാർത്ഥനയുണ്ട്, ദാവീദിന്റെ പ്രാർത്ഥനയുണ്ട്, ശലോമോന്റെ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ പ്രാർത്ഥനകളെ ഒരു പ്രഹേളിക തന്നെ വേദോത്സവത്തിൽ ആദിയോടന്തമുണ്ട്. എന്നിട്ട് എല്ലാ പ്രാർത്ഥനയുടെയും സ്വർണ്ണ നിക്ഷേപമായി സാരാംശമായി കർത്താവിൻ്റെ മഹാപുരുഷ പ്രാർത്ഥനയുണ്ട്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്ന പ്രാർത്ഥന പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. അത് കേൾക്കുമ്പോൾ തല ഇറങ്ങി വീഴരുത്. അത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയും പ്രാർത്ഥിക്കാമെന്ന്. നമ്മളുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? കർത്താവേ, ഈ നമസ്കാരങ്ങളൊക്കെ പോട്ടെ, അല്ലാതെ നിങ്ങളോടൊരു പേഴ്സണൽ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് തുടങ്ങുന്നത്? അത് നമുക്ക് രീതിയുണ്ട്. ആ രീതിയിൽ 95% നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനും വ്യക്തിപരമായ ശരീരത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ മക്കളുടെയോ സ്വത്തിൻ്റെയോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ തർക്കിച്ചാലും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ്. കാരണം ജഡം അങ്ങനെ പ്രേരിപ്പിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ജഡത്തെ ഹനിച്ച് ആത്മാവിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രിസ്തു സാന്നിധ്യം അനുഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ
അത് നമുക്ക് ആ രീതിയിലൊന്നും പ്രാർത്ഥന വരുവാൻ സാധിക്കില്ല. ഇപ്പം തന്നെ ഈ മധുര സംഭാഷണത്തിൽ ചുമ്മാ ഒരു പ്രാർത്ഥന വേറെ ഞാൻ പ്രാർത്ഥിച്ചു തരാം. അറമ്പാപ്പച്ചൻ പ്രാർത്ഥിക്കുകയാണ്, സ്നേഹം നിറഞ്ഞ കർത്താവേ, നിന്റെ എല്ലാ അദൃശ്യ വ്യാപാരങ്ങൾക്കുമായിട്ട് സ്തുതി. കർത്താവേ, ഇപ്പോൾ നീ അടിയനോട് അരുളി ചെയ്യണമേ, ഞാൻ മഹാപാപിയാകുന്നു. അടിയന്റെ ഹൃദയം പല വിധത്തിൽ ഭാരപ്പെട്ട് നുറുങ്ങിയിരിക്കുന്നു. എൻ്റെ ദൈവവും അവിടുത്തെ വിശുദ്ധന്മാരും എന്നുള്ള ആശ്രയമല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവേ, നിന്റെ അങ്കിയോട് എന്നെ ചേർത്ത് നിർത്തിക്കൊള്ളണമേ. നിന്റെ കരസ്പർശത്തിന്റെ വലയത്തിൽ അടിയനെ ചേർത്ത് ആശ്വസിപ്പിക്കണമേ. തിരുഹിതം അടിയനിൽ നിറവേറപ്പെടണമേ. ഞാൻ വെറുതെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതാ. ഇങ്ങനെ വല്ലതും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. നമുക്ക് പ്രാർത്ഥനകളെല്ലാം ഈ ഒരു ജഡീകമായ ലോകപരമായ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാനായിരിക്കും. അതുകൊണ്ട് പൗലോസ്ലീഹയുടെ ഒരു പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. എഫെസ്യ ലേഖനം 3-ാം അധ്യായം എടുക്കാം. അത് നിങ്ങൾ വായിക്കണം. എല്ലാവരും ആ ഭാഗം എടുക്കണം. ദിവസവും കൊണ്ടുവന്നിട്ടുള്ളവർ എന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ ഒരുപാട് പേരുടെ കയ്യിലുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. പൊതുവെ നമുക്കൊരു ധാരണയുണ്ട്, ഈ വേദോത്സവം ചുമക്കാനും കൊണ്ടുവരുവാനും ഒക്കെ ഒരു നാണകം എന്ന് പറഞ്ഞത് ഞാനല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് ഈ വേദോത്സവമൊക്കെ എടുത്ത് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇതുപോലുള്ള ശുശ്രൂഷയ്ക്ക് വരണം. നിങ്ങളുടെ വേദോത്സവം നിങ്ങളുടെ വീടുകളിൽ ഡൈനിങ് ടേബിളിൻ്റെ മേളിലും TV-യുടെ അടിയിലും പാതകപ്പുറത്തും ഒന്നും വയ്ക്കരുത്. ഇത് വയ്ക്കുവാൻ വേണ്ടി ഒരു ടീപ്പൊക്കെ വെച്ച് തുണിയൊക്കെ ഇട്ട് അതിനെ ഭവ്യതയോടെ, ഇതെന്ന് പറഞ്ഞാൽ വചനം മാംസമാകുന്നതാണ്. ദൈവനിശ്വാസ്യമായ റൂഹയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഇതിനെ കൈകാര്യം ചെയ്താൽ, ഞാൻ എപ്പോഴും ഈ വേദോത്സവം വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ അതിൻ്റെ അടുത്ത് ഉണ്ടാവും. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കതൊരു ധൈര്യമാണ്. എന്ത് ധൈര്യം? മറ്റ് ധൈര്യമൊന്നുമല്ല, ഈ വചനമാണ് അപ്പമായത്. അതുകൊണ്ടാണ് വചനമാണ് അപ്പമായത്, അപ്പമാണ് വചനമായത്. ഈ അടുത്തിടെ കാലത്തായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന ഒരു ബോധ്യമാണ്. അതായത് വചനം മാംസമായി, അല്ലേ? കന്യകയിൽ വചനം മാംസമായി, അവൻ പിറന്നു. നമ്മളിൽ ഈ മാംസം വചനമാവുകയാണ്. ഈ മാംസത്തെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. എന്നിട്ട് ഈ മാംസം നമ്മുടെ ആത്മബോധത്തിൽ വചനമായിട്ടാണ് പ്രസവിക്കുന്നത്. അതിനാണ് നമ്മുടെ ഉൾനട്ടതായ വചനം എന്ന് പൗലോസ്ലീഹ യാക്കോബ് ശ്ലീഹ പറയുന്നത്. കന്യകയിൽ വചനം മാംസമായി, ആ വചനം ജഡമായി തീർന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു. സകലവാൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളും അതിനെ കീഴടക്കുകയില്ല. ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ള വാക്കിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ടബർനാക്കിൾഡ് എന്നാണ്. ടബർനാക്കിൾഡ് എന്ന് പറഞ്ഞാൽ കൂടാരമടിച്ചു എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ആത്മബോധത്തിൽ, ആ ആത്മാവിന്റെ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥാനത്ത് കൂടാരമടിച്ചിരിക്കുന്ന മാംസമാണത്. അത് വീണ്ടും വചനമാണ്. അതിന് രാവിലെയും വൈകിട്ടും ഇതുമായിട്ട് ബന്ധം വേണം. യോശുവ 1:8 എന്താണ് പറയുന്നത്? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. എൻ്റെ അപ്പൻ എപ്പോഴും എന്നോട് പറഞ്ഞിരുന്ന ഒരു വചനമാണ്. അന്ന് ഞാൻ ഇതൊക്കെ എന്തുവാന്ന് വിചാരിച്ചു. എന്നിട്ട് എന്നോട് പറയുമായിരുന്നു, ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഇങ്ങനൊക്കെ ചെയ്താൽ. അന്നേരം ഞാൻ വിചാരിച്ചത് ചുമ്മാ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും ഇത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. രാവും പകലും ഇത് വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ഉൾനടണം, അകത്തേക്ക് വലിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ഓരോ വ്യാപാര മണ്ഡലങ്ങളിലും അകത്തിരുന്ന് വചനമാണ് ഈ പിശാചിനോട് പോരാടുന്നത്. വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ മാത്രം ശത്രുവിനെ ജയിക്കുവാൻ പറ്റില്ല എന്ന് ഞാനല്ല, വചനമാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് പള്ളിക്കകത്ത് വന്നിരുന്ന് പൊതുവെ നടത്തുമ്പോൾ എന്താണ് വേളം ഉണ്ടാകുന്നതിൻ്റെ കാര്യം? നിങ്ങൾ പറയുന്നേ. വിശുദ്ധ കുർബാന ഇങ്ങോട്ട് അനുഭവിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കമ്മിറ്റി കൂടുമ്പോഴത്തേന്, അല്ലെങ്കിൽ 4 പേര്, ഇനിയിപ്പം കമ്മിറ്റിക്കാരെയും പൊതുവക്കാരെയും മാത്രം പറയുന്നതല്ല, ആരും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഴയ മനുഷ്യനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് അനുഭവിക്കുന്നത്? അതുപോലെ തന്നെ നിന്നാലും പോരാ. ചിലരുണ്ട് വിശുദ്ധിയോട്ട് വന്ന് അനുഭവിക്കും, അതുപോലെ തന്നെ മാറ്റമില്ല. ഈ മുമ്പോട്ട് വരണം. ഫ്രാഗ്രൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കിട്ടണമെങ്കിൽ മുമ്പോട്ട് വരണം. ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. നിൻമുറിവുകളിൽ നേറ്റേ മോറോ മണമെന്ന
നാഥ. മതി. പിതാക്കന്മാർ പാടുന്നത് എന്താണ്? നിൻ മുറിവുകളിൽ നേറ്റേൻ മൂറോൻ മണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടി അവർക്ക് ആ മണം? എങ്ങനെയാണ് മണം കിട്ടുന്നത്? മണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും പുറയിരിക്കുന്ന ആൾ എന്നെ കാണുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഈ ദേവാലയത്തിലായതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അനുസരിച്ചെന്ന് വരും. ഇപ്പോൾ ഏറ്റവും പുറയിരിക്കുന്ന ആൻറ്റി ഒന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞു. ആൻറ്റി എഴുന്നേൽക്കുക, കാരണം ദേവാലയത്തിനകത്തിരിക്കുകയാണ്, ഒരു സിസ്റ്റത്തിലിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോഴേ, ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഈ കുപ്പായത്തിൽ കുറച്ച് നാറാതിരിക്കാൻ വേണ്ടി, വേറെ ഒന്നിനും വേണ്ടിയല്ല, മറ്റുള്ളവരുടെ അടുത്തൊക്കെ പോകുന്നതിൽ ചില പെർഫ്യൂംസൊക്കെ ചുമ്മാ ഒന്ന് അടിച്ചു. ആ പെർഫ്യൂമിൻ്റെ മണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കുറേ ഇരിക്കുന്ന ആൻറ്റി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷെ എൻ്റെ മണം കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട്? ദൂരെയാണ് ഇരിക്കുന്നത്. അടുത്ത് വരണം. ദൈവത്തോട് അടുത്ത് ചെല്ലുകയും അവൻ നിങ്ങളോടും അടുത്ത് വരും. അപ്പോൾ നിൽക്കുന്നിടത്ത് നിന്നാൽ പോരാന്നോ? ഈ വർഷം നിങ്ങൾ നോറ്റു, കർത്താവ് ഒന്നും സംസാരിച്ചില്ല. അടുത്ത വർഷം സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് അടുത്തോ? വിശുദ്ധി നിലനിർത്തിയാൽ പോരാ, വിശുദ്ധിയിൽ വളരണം. 95% താപ്പോട്ടാകുന്നത്. മാമോദീസയിൽ സകല കൃപ അനുഗ്രഹത്താൽ നിറച്ചു. എഫേസ്യർ 1-ാം അധ്യായത്തിലെ 2-ാമത്തെ പാരാഗ്രാഫിൽ ഇപ്രകാരമാണ് തുടങ്ങുന്നത്: സ്വർഗത്തിലെ സകല ആത്മീയ വരങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു പിതാവാം ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും സകല കൃപാധനത്താലും നമ്മൾ മാമോദീസയിൽ, ഞാനൊരു കാര്യം നിങ്ങളോട് സത്യമായിട്ട് പറയാം, മാമോദീസ നടത്തി ഇറങ്ങിയ ഒരു കുഞ്ഞിന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞ് തലയിൽ കീഴിൽ വെച്ചിട്ട് ഇവൻ സൗഖ്യപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ സൗഖ്യപ്പെടും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ തൊട്ടിട്ട് എന്താ സൗഖ്യമാകാത്തെന്ന് ചോദിച്ചാൽ കൃപാവരം കുറഞ്ഞുപോയി. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കല്ല പോയത്, വിശുദ്ധിയിൽ നിന്ന് താഴോട്ടാണ് പോയത്. അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ അവിടെ നിന്ന് പിടിച്ച് കർത്താവ് എഴുന്നേൽപ്പിച്ചാൽ അത് എഴുന്നേറ്റ് മുമ്പോട്ട് നടക്കുവാനുള്ള മാനസാന്തരവും അനുതാപവും കുറച്ച നിലവിളിയും അപേക്ഷയും കണ്ണുനീരും. മുമ്പേ ഞാൻ അപ്രയം പിതാവിന്റെ കാര്യം സൂചിപ്പിച്ചു. അപ്രയം പിതാവ് കണ്ണുനീരിന്റെ വരമുള്ളവനായിരുന്നു. ഒരു ദിവസവും അപ്രയം പിതാവ് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ കണ്ണുനീര് വരുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? അപ്രയം പിതാവ് വിശ്വസിച്ചിരുന്നത് ക്രിസ്തു സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിന് തെളിവ് അദ്ദേഹം കരയുമ്പോഴായിരുന്നു. കാരണം കർത്താവിനെ കാണുമ്പോൾ കരഞ്ഞു പോവുകയാണ്. സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ ഒന്നും അറിയില്ല, കർത്താവ് മുമ്പിലുണ്ട് എന്നൊരു ഉത്ബോധ്യം പെട്ടെന്ന് വചനം വായിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവ സാന്നിധ്യം അദ്ദേഹം ഉറപ്പുവരുത്തുന്നത് അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുമ്പോഴായിരുന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ കണ്ണുനീര് വരുന്നില്ല. അന്നുതൊട്ട് അദ്ദേഹത്തിന് ഭയങ്കര വേദനയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, എങ്ങനെയെങ്കിലും നീ എൻ്റെ ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലും കഠിനമായ വേദന താ, അപ്പോൾ ഞാൻ കരഞ്ഞോളാമല്ലോ, അങ്ങനെ നിന്നെ എനിക്ക് കാണാമല്ലോ. ഏത് തലത്തിൽ നിൽക്കുന്നു നോക്ക് പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവരികയാണ്. 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. 14-ാം വാക്യം തൊട്ട് 19-ാം വാക്യം വരെ ഒന്ന് വായിക്കാം. നിങ്ങൾ അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ ഇപ്പോൾ മുട്ടുകുത്തുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യുന്ന പ്രാർത്ഥനയുടെ കാര്യമാണ് ഈ പറയുന്നത്, അല്ല പൊതുവെയുള്ള ആരാധനയുടെ കാര്യമല്ല. പൗലോസ് വളരെ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. അതിപ്പം കുടുംബജീവിതത്തിൽ നമ്മളെല്ലാവരും ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നത് ഒരു കുടുംബാരാധന ക്രമം ഇങ്ങനെ നടത്തിപ്പോരും. ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്നൊക്കെ പ്രാർത്ഥിക്കും, നല്ലത് തന്നെ. പക്ഷേ ഭാര്യയും ഭർത്താവും പ്രത്യേകം രഹസ്യമായി പിതാവാം ദൈവത്തോട് ബന്ധപ്പെടണം. എങ്കിലേ
ശക്തി ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അധികാരം മാത്രമേ കാണത്തുള്ളൂ. വ്യത്യാസം മനസ്സിലായോ? ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാം വാക്യം വായിക്കാമോ? അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ച് രോഗികളെ സൗഖ്യമാക്കുവാനും വ്യാധികളെ സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. വായിച്ചങ്ങ് വിട്ടു. മതി. എനിക്ക് ആ വാക്കാണ് വേണ്ടിയത്. യേശുമ്പുരാൻ ശിഷ്യന്മാരെ ഇങ്ങോട്ട് പാടാമക്കളായി ഇങ്ങോട്ട് തോന്നി. നിങ്ങളെ ഞാൻ പല ഊരുകളിലേക്കും വിടാൻ പോവാം. അതിനുള്ള അധികാരം ഇതാ നിങ്ങൾക്ക് തരുന്നു. പട്ടംകുടയിൽ ഈ അധികാരം ഞങ്ങൾക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. മാമോദീസായിൽ നിങ്ങൾക്കെല്ലാവർക്കും ചില അധികാരങ്ങൾ തന്നിട്ടുണ്ട്. പുരോഹിതന്മാർക്ക് പട്ടംകുട ശുശ്രൂഷ മുഖാന്തരം വിശ്വാസികളുടെ തലമേൽ കഴിച്ച് പ്രാർത്ഥിക്കുവാനും പാപമോചനം കൊടുക്കുവാനും വിശുദ്ധ കുർബാന ചൊല്ലുവാനും കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുമുള്ള അധികാരം തന്നിട്ടുണ്ട്. അതേത് പട്ടക്കാരനും പട്ടം കിട്ടിയ ഏതൊരാൾക്കും ചെയ്യാം. നിങ്ങൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും മറ്റ് നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മീയ അധികാരങ്ങൾക്കുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. ഒരച്ഛനോട് നിങ്ങൾക്കൊന്ന് ധൈര്യമായിട്ട് പറയാം, അച്ഛനെ കുമ്പസാരിപ്പിക്കും എന്ന് പറയാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അങ്ങനെ പലവിധ അധികാരങ്ങൾ, കൂദാശകൾ സ്വീകരിക്കാനുള്ള അധികാരം, അങ്ങനെ ഒരുപാട് അധികാരങ്ങൾ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് കാര്യമായില്ല. കൂടെ ശക്തി വേണം. അധികാരം വെച്ച് എനിക്ക് കുർബാനയില്ല, പക്ഷെ കുർബാനയിൽ ശക്തി വേണമെങ്കിൽ വില കൊടുക്കണം. ശക്തി വെറുതെ കിട്ടത്തില്ല, അധികാരം സൗജന്യമായി തരും. വില കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ സമ്പന്നനാകേണ്ടതിന്, വെളിപാട് ദിവസവും 3-ാം അധ്യായം 18-ാം വാക്യം വായിക്കും. നീ സമ്പന്നനാകേണ്ടതിന് ധരിക്കുവാൻ വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും, പിന്നെന്താണ്, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിപ്പാൻ തക്കവണ്ണം ഉടുപ്പും ലഭിക്കേണ്ടതിന് ഞാൻ ചോദിച്ചു വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു എന്നൊരു വചനമുണ്ട്. വായിച്ചേ, വെളിപാട് 3:18 അത്. വായിച്ചേ. നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്നും, അതെ, നിന്റെ നഗ്നത ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയെടുക്കും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും, എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിച്ചു. ഇത് വിലയ്ക്ക് വാങ്ങണം, വെറുതെ കിട്ടില്ല. നോമ്പ് അനുഷ്ഠിക്കണം, എങ്കിലേ ശക്തി വരത്തുള്ളൂ. അത് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഈ അനുഷ്ഠാനം എന്റെ അനുഷ്ഠാനമാണെന്ന് തോന്നുകയരുത്, അത് പിശാച് കൊണ്ടുവരും. അപ്പോൾ ഒരു ആത്മീയ അഹന്തയൊക്കെ വരും. എന്റെ അനുഷ്ഠാനമല്ല ഇത്. കർത്താവ് എനിക്ക് വേണ്ടി സമ്പൂർണമായി അവന്റെ ദേഹത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ള നോയമ്പിനോട് എൻ്റെ ഈ പാപബഹുലമായ ബലഹീനമായ നോമ്പ് ഇതാ ഞാൻ ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെറുതെ മറിഞ്ഞിരിക്കുന്നു. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം. നിങ്ങളൊന്ന് നിന്ന് തന്നാൽ മതി. ലിഫ്റ്റിലോട്ടൊന്ന് കയറി നിന്നാൽ മതി, ഞാൻ പൊക്കിക്കോളാമെന്ന. ഇത് കയറുമില്ല, അതാണ് പ്രശ്നം. വെളിയിൽ നിന്നിട്ട് അയ്യോ ഇതിന്റെ മണ്ടയ്ക്ക് എങ്ങനെ കയറുമെന്ന് പറഞ്ഞിട്ട് മേളിലോട്ട് നോക്കി നിൽക്കുകയാണ്. ബുർജ് ഖലീഫയുടെ വെളിയിൽ നിന്നിട്ട് അതിന്റെ മേളിൽ ഇരിക്കുകയാണ് രക്ഷ, ഏറ്റവും മണ്ടയ്ക്ക്. പഴയ നിയമത്തിലാണെങ്കിൽ ആ രക്ഷ എടുക്കാൻ ഒരു ഏണി വെച്ചിട്ടുണ്ടായിരുന്നു, കയറി 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 പോകണം. ബട്ട് എല്ലാവരും പകുതിയായപ്പോഴേ താഴെ വീണു. യോഹന്നാൻ സ്നാപകൻ വരെ പകുതിയായപ്പോഴേ താഴെ വീണു, രക്ഷ കിട്ടിയില്ല. കാരണം ഇത് മനുഷ്യന്റെ കഷ്ടപ്പാടിൽ അവൻ പ്രയത്നിച്ചെടുക്കണം. അതാണ് ന്യായപ്രമാണം. അല്ല, മനസ്സിലാവുന്നുണ്ടോ? എന്ന് വായിച്ച ഈ വചനം എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ ഇത് വായിച്ചിട്ട് പോകണം, എന്നാലേ ശരിയാവത്തുള്ളൂ. 11-ാം വാക്യം വായിച്ച്, എബ്രായ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം തൊട്ട് ഞാനത് വായിച്ച് കേൾപ്പിക്കാം, നിങ്ങൾ നോക്കിയിരുന്നോളൂ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? പ്രായമനുസരിച്ച് നോക്കുമ്പോഴേ നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട സമയമായി. പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് ഉപദേശിച്ചുകൊണ്ട് ഇരിക്കേണ്ട ആ തലമയായിട്ടുള്ളൂ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു.
പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയം ഇല്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയുള്ള ആഹാരം നന്മനന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളായി പ്രായം തികഞ്ഞവർക്കേ പറ്റൂ. പ്രായം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ പ്രായമല്ല അത് കേട്ടോ, ആത്മാവിന്റെ ഒരു മെച്യൂരിറ്റി ഉണ്ട്. കുറിയാക്കോ സഹദ 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, കൊന്നോളാൻ പറഞ്ഞു. അതെങ്ങനെയാണ് ഒരു കൊച്ചുകുഞ്ഞിനെങ്ങനെ പറയാൻ പറ്റുന്നത്? കർത്താവിന് വേണ്ടി എന്നെ കൊന്നോളാൻ അവന് തലയിടിച്ചു കൊല്ലുമായിരുന്നു. ഞാൻ ആ പിതാവിന്റെ ആശ്രമത്തിന്റെ നാമത്തിലുള്ള ആശ്രമത്തിലാണ് താമസിക്കുന്നത്. മാതാ യൂലിയത്തിയോട് പറഞ്ഞു കർത്താവിനെ നിഷേധിക്കുക. കുഞ്ഞിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് റോമൻ പടയാളി തലകുത്തി പിടിച്ച് കാലയിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഒരു വലിയ സ്റ്റെപ്പിന്റെ മണ്ടയ്ക്കാണ് ഈ സംഭവം, പടികൾ. എന്നിട്ട് ഈ കുഞ്ഞിനെ തല ഓരോ സ്റ്റെപ്പിൽ ഇടിച്ച് വലിച്ച് താഴേക്ക് കൊണ്ടുവന്നു. അമ്മയോട് ചോദിച്ചു എങ്ങനെയുണ്ട്? അമ്മ പറഞ്ഞു ഞാൻ അവനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുകൊള്ളാം. ഒന്നും കൂടെ ചിന്തിച്ചോളാൻ പറഞ്ഞു. ഇപ്പം കൊല്ലുമെന്ന് പറഞ്ഞു, കൊന്നോളാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ഈ കുഞ്ഞ് 3 വയസ്സുള്ള കുഞ്ഞ്, തല പൊട്ടി ചോരയൊലിക്കുന്ന കുഞ്ഞ് അമ്മയോട് പറഞ്ഞു ഒരു പ്രത്യേക സെന്റൻസ് ഉണ്ട്, ഞാൻ ഓർക്കുന്നില്ല. കർത്താവിനെ നിഷേധിക്കരുത്, നമ്മുടെ യേശുവാണെന്ന് പറഞ്ഞു. ഈ പടയാളി 3 ഇടി അങ്ങോട്ട് കൊടുത്തു. ഇങ്ങനെ തൂക്കി പിടിച്ച് സ്റ്റെപ്പിൽ തല പിളർന്നുപോയി. മാതാവ് കണ്ടുകൊണ്ട് നിൽക്കുക. ഇതാണ് കുറിയാക്കോ സഹദ. 3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ആത്മാവിന്റെ മെച്യൂരിറ്റിയാണ്. അങ്ങനെ മെച്യൂറായ ആത്മാവിനെ ദൈവം ഈ ലോകത്തിൽ വെച്ചേക്കത്തില്ല. അതങ്ങ് സിസേറിയൻ ഓപ്പറേഷൻ നടത്തി അങ്ങ് എടുക്കും. പ്രീ മെച്യൂർ ബർത്ത് അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. അതാണ് സഹദയന്മാർ. മനസ്സിലായോ? സഹദയന്മാരെ എന്തിനാണ് ദൈവം അനുവദിക്കുന്നത്? അവർ ഇനി ഈ ലോകം അവർക്ക് കൊള്ളില്ല, മാത്രമല്ല ലോകത്തിന് ഈ ആത്മാവിന്റെ മെച്യൂരിറ്റി താങ്ങില്ല. അതുകൊണ്ട് പിശാചിന്റെ ഏജൻസിയിൽ ഏൽപ്പിച്ചിട്ട് സിസേറിയൻ ചെയ്തങ്ങ് എടുക്കും. പ്രീ മെച്യൂർ ബർത്ത്, അമ്മയുടെ ഉദരത്തിൽ 7 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞിന് പൂർണ്ണ വളർച്ച പ്രാപിച്ചാൽ എന്ത് ചെയ്യണം? കീറിയെടുക്കാന്നുള്ളതേ ഉള്ളൂ, വേറെ മാർഗമില്ല. അമ്മയ്ക്കും കുഞ്ഞിനും അതാ സേഫ്റ്റി. ഇതാണ്. എന്നിട്ട് ഈ ഉള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ തിരിച്ചു വന്നേ എഫെസ്യ ലേഖനം 3-14 വാക്യത്തിലേക്ക് വീണ്ടും വന്നേ. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബങ്ങൾക്കും. അപ്പൊ അതിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. സ്വർഗത്തിൽ ഒരു കുടുംബമുണ്ട്, ഭൂമിയിൽ ഒരു കുടുംബമുണ്ട്. സമയം എന്റെ വളരെ അതിക്രമിച്ചിരിക്കുന്നു, പെട്ടെന്ന് അവസാനിപ്പിക്കാം. സ്വർഗത്തിൽ ഒരു കുടുംബമുണ്ട്, ഭൂമിയിൽ ഒരു കുടുംബമുണ്ട്. ഈ ജീവനോടിരിക്കുന്നവർ മാത്രമൊന്നുമല്ല സഭ എന്ന് പറയുന്നത് എന്ന് പൗലോസ് ഇവിടെ സാക്ഷീകരിക്കുകയാണ്. ആ സ്വർഗത്തിലെ കുടുംബത്തോടും നമ്മളുടെ ഈ സഭ, ഈ ജീവനോടിരിക്കുന്ന സഭാമക്കളും ചേർന്ന് ദൈവത്തിൽ ഒരൊറ്റ കുടുംബമായിട്ടിരിക്കുകയാണ്. കർത്താവിന് മഹാപുരോഹിത പ്രാർത്ഥനയുണ്ടല്ലോ, പിതാവേ ഞാൻ നിന്നിൽ ഒന്നായിരിക്കുന്നത് പോലെ അവരും നിന്നിൽ ഒന്നാകേണ്ടതിന്. അപ്പൊ ഇത് ഒരുമയാണ്, ഇതൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര സഹകരണത്തിന്റെ പ്രാർത്ഥനകളും ആരാധനകളും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രാർത്ഥനകളെയും ആരാധനകളെയും സമ്പൂർണമാക്കി വിശുദ്ധീകരിച്ച് അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിന്റെ യോഗ്യതയിലാണ്. അതുകൊണ്ട് മാത്രമാണ് പിതാവാം ദൈവം നമ്മുടെ ആരാധന സ്വീകരിക്കുന്നത്. അല്ലാതെ നമ്മൾ ആരാധിച്ചതുകൊണ്ടോ നമ്മൾ ഇത് പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നുമല്ല, അങ്ങനെ വിചാരിക്കരുത്. യേശുക്രിസ്തു ഏകമധ്യസ്ഥനായി പിതാവിന്റെയും മനുഷ്യരുടെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ച് ശുദ്ധീകരിച്ച്, പിതാവേ ഞാനിതാ ഈ മക്കൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിച്ച് അറുക്കപ്പെട്ടവനായി ഇപ്പോഴും നിന്റെ മുമ്പാകെ നിൽക്കുന്നു. ഉണ്ടോ? കർത്താവ് ഇപ്പോഴും അറുക്കപ്പെടുന്നുണ്ടോ? ഉണ്ടോ? വെളിപാട് പുസ്തകത്തിൽ അതിന്റെ വചനമുണ്ട്. അറുക്കപ്പെട്ടവനായി ഈ കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുന്നു എന്നൊരു വചനം ഉണ്ട്. അത് പെട്ടെന്ന് എനിക്കത് കിട്ടുന്നില്ല. ആർക്കെങ്കിലും അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ? പിതാവിന്റെ സന്നിധിയിൽ അറുക്കപ്പെട്ടവനായിട്ട് ഇപ്പോഴും നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളത് 5-ാം അധ്യായം 6-ാം വാക്യത്തിലുണ്ട്. വെളിപാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട് നിൽക്കുന്നത് പോലെ കണ്ടു എന്നുള്ളത് ഉയർപ്പിനൊക്കെ ശേഷം യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കണ്ട ദർശനം എഴുതി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും കർത്താവ് അറുക്കപ്പെട്ട് നിൽക്കുകയാണ്. കാരണം എന്താണ്? ഞാനും നിങ്ങളും ഇപ്പോൾ ചെയ്യുന്ന പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് തന്റെ രക്തം ഇപ്പോഴും പിതാവിനെ കാണിച്ചുകൊണ്ട് നമ്മളെ നീതീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നീതീകരിക്കുന്നവനെയാണ്
നീതിമാൻ എന്ന് പറയുന്നത്. അവനാണ് പന പോലെ തളർത്തിരുന്നത്. നീതിമാൻ ആയിക്കഴിഞ്ഞാൽ നീതിയിൽ നിന്ന് നീതിയിലേക്ക് വളരണം. അതുകൊണ്ടാണ് നീതിമാൻ. അല്ലാതെ കോർട്ടിൽ ചെന്നിട്ട് ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചിട്ട് എനിക്ക് നീതി കിട്ടി എന്ന് പറയുന്നതല്ല. പൊതുയോഗത്തിൽ അച്ഛനെതിരെ കംപ്ലൈന്റ് കൊടുത്ത് നിങ്ങൾ കോടതിയിൽ ചെന്ന് വ്യവഹാരങ്ങൾ നടത്തി പൊതുയോഗം തീരുമാനിച്ച കാര്യം അത് ശരിയായി കഴിഞ്ഞപ്പോൾ പൊതുയോഗം അച്ഛൻ്റെ നേരെ വന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടി? നീതി കിട്ടി. ആ നീതിയല്ലിത്. അതുമായിട്ട് ഒരു കുലബന്ധം പോലുമില്ല. ഇത് കർത്താവിന്റെ രക്തത്താൽ നമ്മൾ പാപത്തിൽ നിന്ന് നീതീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുന്നതിനെയാണ് നീതി എന്ന് പറയുന്നത്. റോമർക്കെതിരെ ലേഖനം പഠിച്ചാലേ അത് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവൻ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ പറയുന്നതാണ് നീതിമാൻ. അവനാണ് പന പോലെ തളർത്തിടുന്നത്. അല്ലാതെ കേസും വ്യാപാരമൊക്കെ നടത്തിയിട്ട് നീതി കിട്ടിയെന്ന് പറയുന്ന ആ നീതി ഇതുമായിട്ടൊന്നും ഒരു കുലബന്ധം പോലുമില്ല. അങ്ങനെ വിചാരിക്കുകയില്ല. അത് വേറെ നീതി. കാരണം ഇംഗ്ലീഷിൽ ഇതിന് വ്യത്യാസപരമായ വാക്കുകളുണ്ട്. നമ്മൾ ഈ ലോകപരമായി നേടിയെടുക്കുന്ന നീതിക്ക് ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. മറ്റേത് റൈച്ചിയസ്നെസ് മാൻ വിൽ പ്രോസ്പർ ലൈക്ക് പാം ട്രീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന വായിച്ച് ഞാൻ വലിയ താമസമില്ലാതെ അവസാനിപ്പിക്കും. നിങ്ങളുടെ സമയങ്ങൾ അതിക്രമിച്ചു പോകുന്നു എന്ന് എനിക്കറിയാം. എങ്കിലും ഒരു 5-7 മിനിറ്റ് എനിക്ക് തന്നാൽ ഈ പ്രാർത്ഥനയുടെ സാരാംശത്തിലേക്കൊന്ന് പ്രവേശിക്കാം. 15-ാം വാക്യം, എഫെസ്യ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം. പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. പ്രാർത്ഥന പോകുന്ന പോക്ക് നോക്കും. വല്ലതും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇങ്ങനെ? പൗലോസ്ലീഹ പ്രാർത്ഥിക്കുകയാണ് ആ എഫെസ്യർക്ക് വേണ്ടി. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തണം. അതിനു മുമ്പായിട്ട് അവൻ തൻ്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. അതാരാണ് ഇത്? നമ്മളിങ്ങനെ ഈ ധനത്തിനൊത്തവണ്ണം, അവന്റെ മഹത്വത്തിന്റെ ധനം. ഗ്രിഗോറിയോസ് നിസ പറഞ്ഞിട്ടുണ്ട്, പിതാവിന്റെ മഹത്വമാണ് യേശു, യേശുവിന്റെ മഹത്വമാണ് പരിശുദ്ധ റൂഹ. അവൻ തന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തണമെന്ന് പറഞ്ഞാൽ അവൻ തന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നാണ്. ഇത് വായിക്കുമ്പോൾ ഇത് കയറണം ഉള്ളിൽ. അവൻ തന്റെ പരിശുദ്ധാത്മാവിനാൽ. അടുത്തത്, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? പുറത്തൊരു മനുഷ്യൻ, അകത്തൊരു മനുഷ്യൻ. അങ്ങനെ ഉണ്ടോ? എന്താ ഇരു സ്വഭാവവാദികൾ വല്ലതും ആണോ നമ്മൾ? അങ്ങനെ വല്ലതും ആണോ? എൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. ഇതിനെയാണ് നമ്മുടെ ആത്മസ്വരൂപമാണ്. അവനാണ് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അതിന് ഈ നോമ്പ് എങ്ങനെ സഹായിക്കുമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പെട്ടെന്ന് പറയുകയാണ്. പ്രധാന ഭാഗം പെട്ടെന്ന് പറയേണ്ടി വന്നു. ഇത് സ്ഥിരം സംഭവിക്കുന്ന പരിപാടിയാണ്. ദുഃഖവെള്ളിയാഴ്ച നമസ്കരിക്കുന്ന പോലെ ഞങ്ങൾ ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അച്ഛന്മാര്? കുറ്റമാണ്, എന്നോട് ക്ഷമിക്കണേ. ദുഃഖവെള്ളിയാഴ്ച നമസ്കാരം ഈ 8 മണിക്ക് അങ്ങോട്ട് തുടങ്ങും. 8 മണിക്ക് അങ്ങോട്ട് തുടങ്ങും. അന്നേരം വളരെ നീട്ടി പിടിച്ച് ഭയങ്കര ഭക്തിയാണ്. ആ പഴമയെല്ലാം ഏതാണ്ട് 9-8 പഴമയുണ്ട്. അതെല്ലാം വായിച്ച് പ്രഭാതസ്കാരം കഴിയുമ്പോൾ 9:45 അങ്ങ് നീട്ടി, പിന്നെ 3 മണി നീട്ടി പിടിച്ച്, പിന്നെ പ്രസംഗം കഴിഞ്ഞ് 2-2:30 ആകുമ്പോഴാണ് ശ്ലീബാനമസ്കാരം തുടങ്ങുന്നത്. എൻ്റെ പ്രിയ മക്കളെ, ഈ ദുഃഖവെള്ളിയാഴ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് ശ്ലീബ വന്ദനമാണ്. അതൊരു വിടിയിലുണ്ട്. പിന്നെ ഒന്നും പറയണ്ട, ഒരു പിടിപ്പീരാണ്. 1/4 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്ത് നടത്താവുന്ന വളരെ മനോഹരമായ ശുശ്രൂഷയാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾ സ്വീകരിക്കണമെന്നൊന്നുമില്ല, ഈ പ്രഭാത നമസ്കാരങ്ങളെല്ലാം യാമപ്രാർത്ഥനകളാണ്. അത് അതിൻ്റെതായ രീതിയിൽ വൃത്തിയായിട്ടും നടത്തി ശ്ലീബ വന്ദനവ് വളരെ വൃത്തിയായിട്ട് നടത്തണം. അതങ്ങ് സ്വർഗത്തിലെത്തണം ആരാധന. പെരുന്നാളാണ്. ആ പെരുന്നാൾ ശുശ്രൂഷ മുഴുവൻ അതിനകത്താണ്. പെരുന്നാൾ ഘോഷിച്ചിടുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആ നിറം അനുഭവിച്ചുകൊണ്ട് ഈ ഓടിച്ചു വിടാതെ നടത്തേണ്ടിയ ശുശ്രൂഷ ശ്ലീബാരാധനയാണ്. പക്ഷെ നമ്മൾ അറിയാതെ മനഃപൂർവ്വം ചെയ്യുന്നൊന്നുമല്ല. പെട്ടെന്ന് സമയം പോയത് പെട്ടെന്ന് അറിഞ്ഞത്. അച്ഛനും ക്ലോക്കെ നോക്കിയപ്പോൾ 2 മണിയായി. ഇനി ശ്ലീബാ വന്ദനവും കഴിഞ്ഞ് ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോഴത്തേന് മണി 5 ആവും. എന്നാൽ പിന്നെ വിട്ടേക്കാം എന്നൊരൊറ്റ പിടിയിലാണ്. അപ്പോഴത്തേക്ക് ക്രിസ്റ്റിയും പുറകെ ഓടി വരും, അച്ഛൻ ഒന്ന് ചവിട്ടി വിട്ടേക്കണേന്ന് പറയും.
പിന്നെന്ത് ചെയ്യാനാ? വേറെ രസം ഇതിലൊന്നിലും പെടാത്ത ഒരു സംഭവമുണ്ട്. കഞ്ഞി കുടിക്കുന്ന സമയത്ത് വരെ കുടയും പിടിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ആരാധനയ്ക്ക് വരുമോ? പോട്ടെ. അപ്പോൾ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഈ അകത്തൊരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യന് ഇന്ദ്രിയങ്ങളുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. 40-ാം വെള്ളിയാഴ്ചത്തെ പ്രഭാത നമസ്കാരത്തിലെ എത്രോയിൽ പിതാക്കന്മാരുടെ ഒരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട്. പലയിടത്തുണ്ട്, ഞാൻ പ്രത്യേകം ഇനി വരാൻ പോകുന്നത് ആയതുകൊണ്ട് പറയുകയാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, ഞങ്ങളുടെ ദശേന്ദ്രിയങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. എന്ത് എന്ന് പറഞ്ഞാൽ 10 ഇന്ദ്രിയങ്ങൾ. എത്ര ഇന്ദ്രിയങ്ങളുണ്ട് മനുഷ്യന്? പഞ്ചേന്ദ്രിയങ്ങളെന്നല്ലേ പറയുന്നത്. അപ്പം പിന്നെ ഇതെന്താണ്? ഞാൻ ആദ്യം വിചാരിച്ചു അക്ഷരപിശക് വന്നോ മറ്റോ ആണോ എന്ന് വിചാരിച്ചു, അറിയാൻ വയ്യാത്ത കാലത്ത്. അപ്പം ഞാനതിൻ്റെ സുറിയാനി ക്രമം നോക്കിയപ്പോൾ അതിലെയും മീനിങ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് തെറ്റ് പറ്റിയതല്ല. അപ്പോൾ ഇത് പുറത്തെ നമ്മുടെ ജഡീക ഇന്ദ്രിയങ്ങളെ അകത്തെ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെയും ചേർത്താണ് പിതാക്കന്മാർ അത് പറയുന്നത്. അങ്ങനെയാണ് 10 ഇന്ദ്രിയങ്ങൾ. ഞാൻ 10 കമ്പിയുള്ള വീണ കൊണ്ട് നിന്റെ നാമത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ അകത്തെയും പുറത്തെയും ഇന്ദ്രിയങ്ങൾ ഒരുപോലെ ക്രമീകരിക്കപ്പെട്ടിരിക്കണം. അതായത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, ത്വക്ക്. ഇത്രയും സാധനം അകത്തുണ്ട്. ഈ അകത്തെ സാധനം കൊണ്ടാണ് കർത്തൃ സാമീപ്യം നമ്മൾ കാണുന്നതും രുചിക്കുന്നതും മണക്കുന്നതും തൊടുന്നതും കേൾക്കുന്നതും. പുറത്തേതുകൊണ്ടല്ല. പുറത്തേതുകൊണ്ട് ദൈവത്തെ തൊടാൻ പറ്റില്ല. ഈ ജഡം കരിഞ്ഞു പോകും. അത് സാധ്യമല്ല ഈ ജഡത്തിന്. അതിനാണ് ദൈവം അകത്തിന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത്. അകക്കണ്ണ്, അകത്തൊരു മൂക്ക്, അകത്തൊരു നാക്ക്, അകത്തൊരു ത്വക്ക്, അകത്തൊരു ചെവി. ഇത്രയും കാര്യങ്ങൾ അവിടെയുണ്ട്. ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്. പുറത്തെ കണ്ണും അകത്തെ കണ്ണും തമ്മിൽ കണക്റ്റഡ് ആണ്. പുറത്തെ കണ്ണ് ശുദ്ധമായില്ലെങ്കിൽ അകത്തെ കണ്ണ് ഇരുട്ടായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതല്ലെങ്കിൽ ശരീരം മുഴുവനും ചുവള്ളതല്ലെങ്കിൽ ഇരുളായി പോകും. ചുവള്ളതെങ്കിൽ പ്രകാശമായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? ഞാൻ അതിന്റെ റിവേഴ്സ് വേയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കണ്ണ് ചുവള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കാരണം ഈ അകത്തെ കണ്ണിൽ കൂടെ അശുദ്ധി കയറ്റിവിട്ടാൽ നിനക്ക് യേശുവിന്റെ സാമീപ്യം കാണുവാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, 15-ാം വാക്യം 33-ാം അധ്യായം കേട്ടോ. 33-ാം അധ്യായം 15-ാം വാക്യം: നീതിയായി നടന്ന് നേർ പറയുകയും, വാഗൊണ്ട് നേർ പറയുകയും, പീഡനത്താലുള്ള ആദായം വെറുക്കുകയും, കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും, രക്തപാതകം കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും, ദോഷം കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് പൊത്തിക്കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരങ്ങളിൽ വസിക്കും. ഇയ്യോബ് 31-ാം വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. പെട്ടെന്ന് വായിക്കണം, പടപടയെന്ന് വായിച്ചേ. സങ്കീർത്തനത്തിന്റെ ഇപ്പുറത്താണ്: ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, ഞാൻ ഇനി ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ. കന്യകനെയും തിരിച്ചുകൊണ്ട് കേട്ടോ, തിരിച്ചുകൊണ്ടെന്ന് കന്യകനെയും. ഞാൻ പുതിയ വാക്കം കൊണ്ടുവന്നതാ, നിങ്ങൾ സൂഹിക്കണ്ട, പുറത്തുകൊണ്ട്. അങ്ങനെ ഒരു ധാരണയുണ്ട്, പുരുഷൻ മോഹത്തോടെ സ്ത്രീയെ നോക്കിയാൽ വ്യഭിചാരം ചെയ്യുന്നു, അപ്പൊ സ്ത്രീകൾ വിചാരിച്ച് രക്ഷപ്പെട്ടെന്ന്. അല്ല, തിരിച്ചുകൊണ്ട്. അങ്ങനെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ണുമായിട്ടുള്ള ഒരു ഉടമ്പടി. ഈ കണ്ണ് വിശുദ്ധിയിലേക്ക് കേന്ദ്രീകരിച്ചില്ലെങ്കിൽ അകത്തെ കണ്ണ് അഴുക്കായി പോകും. അതുകൊണ്ട് പുറത്തെ കണ്ണ് അടയണം. നോമ്പിൽ പുറത്തെ കണ്ണൊന്ന് അടയ്ക്കണം. അതായത് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ കണ്ണടയ്ക്കുമല്ല ചെയ്യുന്നത്, കണ്ണടഞ്ഞ് പോവുകയാണ്. പുറത്തെ കണ്ണ് അടയുവാണ്. അപ്പോൾ അകത്തെ കണ്ണ് തുറക്കുകയാണ്. അല്ല, പുറത്തെ കണ്ണ് അടച്ചു വെച്ചിട്ട് വീട്ടിലെ അയലോക്കക്കാരനുമായിട്ടുള്ള ആ വഴക്കിന്റെ കാര്യം ഇനി അവനെ എങ്ങനെ വേല വയ്ക്കാം എന്നുള്ള ആലോചിച്ച് നിൽക്കാനുള്ളതല്ല.
അങ്ങനെയുള്ളവരെ നിർബന്ധപൂർവ്വം അടപ്പിക്കേണ്ടി വരും. ഇത് അടഞ്ഞു പോവുകയാണ്. കർത്താവിനെ അകത്തെ കണ്ണുകൊണ്ട് കാണുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതാണ് സംഭവിക്കുന്നത്. മോശ ദൈവത്തെ കണ്ടു, പൗലോസ് കണ്ടു. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം 1:1 ഞങ്ങൾ കണ്ടതും തൊട്ടതും, അല്ലേ? അങ്ങനെയാണ് പറയുന്നത്. കണ്ടത് എങ്ങനെ കണ്ടെന്നാണ്? എല്ലാ രീതിയിലും. അവർ നേരിട്ടും കണ്ടു, അല്ലാതെയും കണ്ടു. അത് യോഹന്നാൻ ഈ വെളിപാടിന്റെ പുസ്തകത്തിൽ കാണുന്നതല്ല എന്താണ്? ആത്മകണ്ണുകൾ കൊണ്ടാണ്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ പുറത്തെ കണ്ണ് ശുദ്ധമായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ പുറത്തെ കണ്ണിലെ ശുദ്ധി. ഇപ്പോൾ എന്തിനാണ് ഈ അലങ്കാരങ്ങളൊക്കെ, ഇത്ര മനോഹരമായ വില കൂടിയ തുണികളൊക്കെ വാങ്ങിച്ച് പട്ടക്കാരൻ വിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ ഈ വില കൂടിയ കാപ്പയൊക്കെ ഇട്ട് നിൽക്കുന്നത്? ചില വിചാരിക്കുന്ന ആഡംബരം കാണിക്കാനാണ്. അല്ല, ദൈവിക പ്രാഭവത്തെ ഈ പുറമേയുള്ള കണ്ണിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ അകത്തെ കണ്ണ് ആക്ടിവേറ്റ് ആക്കാനാണ്. ഈ കാപ്പയിലോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അലങ്കാരങ്ങളിലേക്ക് കാണുമ്പോൾ ദൈവിക പ്രാഭവത്തെ നമ്മൾ സാംശീകരിക്കാനാണ്. അല്ലാതെ ഇതും കണ്ടോണ്ട് നിൽക്കാനല്ല. ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകണം. അവിടെ നിൽക്കാനല്ലത്. അവിടെ നിന്ന് അപ്പുറത്ത് പോയില്ലെങ്കിൽ അത് ജഡീക ആരാധനയായി പോകും. പള്ളി കഴിഞ്ഞിറങ്ങി കഴിയുമ്പോൾ ഉടനെ നല്ല സൂപ്പർ മധുവായിരുന്നു കേട്ടോ, എന്തൊരു വർക്കാ, കർത്താവിനെ കണ്ടില്ല. ഓ എന്നാ വർക്ക്, ആരാടാ ഈ പണി ചെയ്തത്? വിളിക്കും, നമുക്ക് അടുത്ത പള്ളിക്ക് ഇതിനേക്കാളും മനോഹരമായിട്ട്. ഇങ്ങനെ പള്ളികൾ ഇങ്ങനെ മനോഹരമാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വേറെ വലിയ വിരോധാഭാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് കാലത്ത് ഒരു പള്ളി മനോഹരമായിരുന്നില്ല. ചെറിയ കെട്ടിടങ്ങളിൽ ഒരുവിധമൊക്കെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളും മദ്ബഹാളിലുള്ള ആരാധനകളിൽ ദൈവപ്രസാദവും ദൈവാത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അമ്മച്ചിമാർ പോലും വെളുപ്പിനെ എണ്ണീച്ച് ചട്ടയും കൊണ്ടുപോയിട്ട് ഈ സുറിയാനി നമസ്കാരം നടത്തിക്കൊണ്ടിരുന്ന ദേവാലയത്തിലേക്ക് ഓടി വന്നത്. അവർ നമസ്കാരം കേട്ടുകൊണ്ട് ഒന്നും മനസ്സിലാക്കിയിട്ടല്ല, അവരുടെ ആത്മകണ്ണുകൾ കൊണ്ട് ദൈവത്തെ കണ്ടതുകൊണ്ടാണ്. ഇന്നോ 25 കോടിയിൽ കുറഞ്ഞൊരു ദേവാലയം ഇല്ല. അത് നല്ലതാണ്. നമുക്ക് പൈസ ഉള്ളത് നല്ല ദേവാലയങ്ങൾ പണിഞ്ഞോളൂ. പക്ഷെ അതോടൊപ്പം നിങ്ങൾ നമ്മുടെ ആധ്യാത്മികത അതുപോലെ ഉയർന്നു നിന്നില്ലെങ്കിൽ അവിടെ ഒന്നും യേശു കാണില്ല, ഒരിടത്തും കാണില്ല. സംശയമില്ലാത്ത കാര്യമാണ്. മറ്റൊരു ഇന്ദ്രിയാണ് ചെവി. എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്? ഇപ്പോൾ മാത്യൂസ് റംബാപ്പച്ചന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചു. അതിൽ ദൈവം ഇങ്ങോട്ട് പറയുകയാണ്, എൻ്റെ വാത്സല്യ മകനേ. ആ വിളി കേൾക്കുകയാണ്, എൻ്റെ കുഞ്ഞേ. എന്ത് രസമായിരിക്കും അത്. പക്ഷേ ഇതെങ്ങനെയാണ് കേൾക്കുന്നത്? എതിലേക്കൂടെയാണ് കേട്ടത്? പറയൂ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കണം. ഇത് അപ്രാപ്യമായ കാര്യമൊന്നുമല്ല. ആഗ്രഹിച്ചാൽ ഇത് കേൾക്കും. പക്ഷെ ആത്മചെവി തുറക്കണം. അതിന് പരദൂഷണവും വിദ്വേഷവും TV സീരിയലുകളും കോമഡി ഷോകളും ഒന്നും കണ്ടുകൊണ്ടിരുന്ന ഈ ചെവി അശുദ്ധമാക്കിയാൽ ആ അകത്തെ ചെവി അടഞ്ഞു പോകും. ഒരു ന്യൂസ് അവർ പോലും നമുക്കിന്ന് കാണാൻ പറ്റില്ല. മുഴുവൻ അശ്ലീലമാണ്. കേൾക്കുന്നത് മുഴുവനും ചെവിക്ക് വേണ്ടാത്ത കാര്യങ്ങളാണ്, ആത്മീയന് വേണ്ടാത്ത കാര്യങ്ങളാണ്. ചെവിക്ക് വേണ്ടാത്ത കാര്യങ്ങളല്ല, ആത്മീയന് വേണ്ടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ന്യൂസ് ഒന്നും കേൾക്കണ്ടേ? ന്യൂസ് കേൾക്കണ്ടേ എന്ന് ചോദിച്ചാൽ, ഇത് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആധ്യാത്മികതയ്ക്ക് തകരാറൊന്നും വന്നില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ലോകത്തിലെ ഭോഷത്വം അന്വേഷിക്കാതെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ സൗരഭ്യവാസന അന്വേഷിക്കൂ. അന്നേരം നമുക്ക് നാച്ചുറലായിട്ട് ബൈ ഡീഫോൾട്ട് ഈ ചെവി ഇതിനെ നിഷേധിക്കും. വചനം വായിക്കുമ്പോൾ അല്പം ഉറച്ചു വായിക്കൂ. നമ്മുടെ നാക്ക് പിന്നെ അശുദ്ധ വാക്കുകൾക്ക് പൊന്തില്ല. നമ്മളായിട്ട് എഫർട്ട് എടുക്കണ്ട. നമ്മുടെ പ്രശ്നം എന്താ? നമ്മൾ ഒരാളെ അസഭ്യവാക്ക് പറയുവാൻ അറിയാതെ വന്നു പോവുക, അന്നേരം നമ്മൾ പറഞ്ഞു പോവുക. ഇതാണ് വചന ഉള്ളിൽ വേണമെന്ന് പറയുന്നത്. വചന ഉള്ളിലുണ്ടെങ്കിൽ ദിവസവും രാവിലെയും വൈകിട്ടും നമുക്ക് മാത്രം കേൾക്കുന്ന സ്വരത്തിൽ ഇത് വായിച്ചാൽ, ശബ്ദത്തോടുകൂടെ വായിച്ചാൽ നമ്മുടെ നാക്കും ശുദ്ധീകരിക്കപ്പെടും. നമ്മൾ കേട്ട് നമ്മളെ ചെവി ശുദ്ധീകരിക്കപ്പെടും. കണ്ണിതിലേ നോക്കുന്നതുകൊണ്ട് കണ്ണ് ശുദ്ധീകരിക്കപ്പെടും. ഇത് വേദപുസ്തകം കയ്യിലെടുത്ത് വെച്ച് യഹൂദന്മാർ വായിക്കുന്നത് പോലെ വിരൽ ചൂണ്ടി വായിച്ചാൽ സ്പർശനത്തിന്റെ ശുദ്ധി കിട്ടും. അതുപോലെ തന്നെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിക്കുന്നതിന്റെ രുചിയും കിട്ടും. 5 ഇന്ദ്രിയങ്ങളും ആക്ടിവേറ്റ് ആക്കാൻ പറ്റിയ സാധനമാണ് വചനധ്യാനം. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, പൗരസ്ത്യ ദർശനത്തിലെ എല്ലാ കാര്യങ്ങളും അഭിമാനിക്കുന്ന നമ്മൾക്ക് വചനത്തോട് മാത്രം ഒരു ബന്ധവും ഇല്ലെന്നേ. വചനമില്ലാതെ നിങ്ങൾ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ ഇത് ആക്ടിവേറ്റ് ആകത്തില്ലെന്ന് വെളിപാടിന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വാക്യത്തിലേക്ക് പോകുന്നില്ല. ഇപ്രകാരമാണ് വാക്യം: അവർ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും തങ്ങളുടെ സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും ശത്രുവിനെ ജയിച്ചു. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാനിത് എപ്പോഴും കുർബാനയിലും എടുത്ത് വെച്ചേക്കുമെന്നുള്ളത്. കാരണം ഇത് രണ്ടും കൂടെ ചേരണം.
അതുകൊണ്ടാണ് കുർബാന മാത്രം അനുഭവിച്ചിട്ട് കുമ്പസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പൊതുയോഗത്തിന് വന്നിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് വായിൽ നിന്ന് വീണ്ടും അസഭ്യവാക്കുകൾ വന്നു പോകുന്നത്? ഇത് ആക്ടിവേറ്റ് ആയില്ല. അതറിയാമോ? കമ്പ്യൂട്ടർ പഠിക്കുന്ന പിള്ളേർക്ക് എളുപ്പമുള്ള ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയുന്ന, വീണ്ടും വീണ്ടും പറഞ്ഞ് കേട്ടിട്ടുള്ളവർക്ക് മടുപ്പ് തോന്നി കാണും, എന്നാലും പറയുകയാണ്. ഒരു കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അത് വർക്കാവത്തില്ല. ലക്ഷങ്ങൾ കൊടുത്തായിരിക്കും സോഫ്റ്റ്വെയർ വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്തത്. അത് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആക്ടിവേഷൻ കീ ഉണ്ട്, അത് വേറെ വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ആക്ടിവേഷൻ കീ ആണ് ഇത്. ഇൻസ്റ്റാൾ ചെയ്ത സാധനമാണ് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ. ശരീരരക്തങ്ങളൊക്കെ അനുഭവിച്ചു, പക്ഷെ ആക്ടിവേറ്റ് ആണെങ്കിൽ ഈ സാധനം രാവിലെയും വൈകിട്ടും കയറണം. യൂദായ്ക്ക് അപ്പം കണ്ണത്തിൽ നിന്ന് കർത്താവ് എടുത്ത് കൊടുത്തു. അപ്പോൾ അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കയറി എന്നാണോ? 11 പേരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കയറി, ഇവന്റെ ഉള്ളിൽ സാത്താൻ കയറി. കാരണം 3.5 കൊല്ലം കേട്ടോണ്ട് നടന്നത് വചനം തന്നെയാണ്. വചനമായവന്റെ കൂടെ വചനം കേട്ട് വളർന്ന യൂദായിയുടെ ഉള്ളിൽ ആ വചനം വസിച്ചില്ല. അതുകൊണ്ട് അവന്റെ ഉള്ളിൽ സാത്താൻ കയറി. അതാണ് ആദ്യമേ വായിച്ചത്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്ത് നിങ്ങളെ തന്നെ ചതിക്കാതെ അതനുസരിക്കുന്നവരായിരിക്കും ഇരിപ്പീൻ. ഇത് കേട്ടിട്ട് പോയപ്പോഴ. അപ്പോൾ ഇത് ഉൾച്ചെവി കൊണ്ട് കേൾക്കണം. ഏലിയുടെ അടുത്തൊരു പയ്യൻ വന്ന് താമസിച്ചു. പേരെന്താണ്? ശമൂവേൽ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു വിളി കേട്ടു. എന്താണ്? ശമൂവേലേ. ശമൂവേൽ വിചാരിച്ചു ഏലി അപ്പച്ചൻ വിളിച്ചതാണ്. ഓടിച്ചെന്ന്, അപ്പച്ച എന്നെ വിളിച്ചോ? ഇല്ല. വീണ്ടും പോയി കിടന്നു. വീണ്ടും കേട്ടു, ശമൂവേലേ, മോനെ ശമൂവേലേ. അപ്പച്ചൻ വിളിച്ചായിരുന്നല്ലോ, അപ്പച്ചൻ ഉറക്കത്തിലാണോ വിളിക്കുന്നത്? എന്താ പറ്റിയേ? ഇല്ല മോനെ, ഞാൻ വിളിച്ചില്ലല്ലോ. പോയി കിടന്നുറങ്ങിയോ? ശമൂവേലേ. അപ്പച്ച എന്താ അപ്പച്ചൻ എന്താ തലയ്ക്ക് സുഖമില്ലേ? എന്താണിത്? കാര്യം പറ. ഏലിക്ക് കാര്യം മനസ്സിലായി. എൻ്റെ ഒരു ചോദ്യമുണ്ട് അവിടെ. ഏലിക്ക് എങ്ങനെ കാര്യം മനസ്സിലായി? പറയാമോ? അങ്ങനെ ഉള്ളി കയറി ചിന്തിക്കണോ? കേട്ട ചുമ്മാ പോയി. ഏലിക്ക് എന്തുകൊണ്ട് മനസ്സിലായി ഇത് ദൈവത്തിന്റെ വിളിയാണെന്ന്? വചനമാവുന്ന ദൈവം ശരീരയായി തീർന്നെന്നോ? അതാണ് കാര്യം. ഞാൻ കഴിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച സമയമില്ലല്ലേ, എത്ര മിനിറ്റ് ഉണ്ടെന്ന് പറയാം, കൃത്യമായിട്ട് പറയാം. 5 മിനിറ്റ് തീർക്കണം. തീർത്തിരിക്കുന്നു. 28, 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. അപ്പം ഇനി കഥ പറയാൻ പറ്റില്ല. കഥയല്ല, ഞാൻ ഒരിടത്ത് ഇതുപോലെ പോയപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണിലൊരു വിളി വന്നു, അച്ഛാ നല്ല രുചിയല്ലേ ഭക്ഷണം? ഞാൻ പറഞ്ഞത് നിനക്കെങ്ങനെ അറിയും? ഞാനവിടെ വന്നിട്ടുണ്ട്. ആ കുക്ക് വെച്ചിരുന്ന ഭക്ഷണം നല്ല രുചിയാണ്. അപ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞ ഏലിക്ക് എങ്ങനെ മനസ്സിലായി? ഏലി ഈ വിളി നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പുറമേയുള്ള ചെവി കൊണ്ട് കേൾക്കുന്ന വിളിയല്ല. അങ്ങനത്തെ ശബ്ദമായിരുന്നുവെങ്കിൽ ഏലിയും കേട്ടേനെ. ഏലി കേട്ടില്ല. ഇത് ഉള്ളിലെ ചെവിയുടെ ശബ്ദമാണെന്ന് ഏലിക്ക് മനസ്സിലായി. ഇങ്ങനൊരു ശബ്ദമുണ്ട്. അകത്തൊരു വാസനയുണ്ട്, ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. താഴോട്ട് വായിച്ച എഫേസ്യ ലേഖനത്തിലെ 3-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ കണ്ണ്, നാക്ക്, ഇനി മൂക്ക്. ഒരു മണമുണ്ട്, ക്രിസ്തുവിന്റെ മണം. ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള്, അത് അകത്തെ മൂക്കും കൊണ്ടാണ്. അങ്ങനെ അകത്തെ മൂക്കും കൊണ്ട് ആ ഫ്രാഗ്രൻസ് കിട്ടിയവരാണ് എഴുതിയത്, നിൻ മുറിവുകളിൽ നേറ്റീൻ മൂർവൻ മണമെന്നാഥ എന്ന്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ പേരൂന്നി അടിസ്ഥാനമുള്ളവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും. നിക്ക് വീതിയും നീളവും ഉയരവും ആഴവും എന്ത്? നമ്മൾ ഈ ദൈവരാജ്യത്തിന്റെ ക്രിസ്തു അനുഭവത്തിന്റെ ആ ആഴവും നീളവും വീതിയും എന്തെന്ന് ആ സ്വർഗത്തിലുള്ള കുടുംബത്തിലുള്ള വിശുദ്ധന്മാരോട് കൂടെ ചേർന്ന് ഗ്രഹിപ്പാനാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആരാധനയുടെ വലിയ പ്രത്യേകത അതാണ്. നമ്മൾ ആരാധിക്കുന്നത് മാതാവിനോടൊപ്പം നിന്ന് ദൈവത്തെ ആരാധിക്കാം. മാതാവ് എന്ന് പറയാൻ കാരണം മാതാവ് ആ വിശുദ്ധന്മാരിൽ അഗ്രഗണ്യായി നിൽക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് 19ാമത്തെ വാക്യം വായിച്ചേ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും. പരിജ്ഞാനം, യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത് ഒരു സൗരഭ്യ വാസനയാവുന്നു എന്നാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ
പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്ന പരിജ്ഞാനം എന്നൊരു വചനമുണ്ട്. ഞാൻ അതിലേക്ക് പോയി എടുക്കുന്നില്ല, സമയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ആഴം. സ്പർശനം, അകത്തൊരു സ്പർശനമുണ്ട്. രക്തസ്രാവക്കാരിയായ സ്ത്രീ വന്ന് കർത്താവിന്റെ എവിടെയാണ് തൊട്ടത്? വസ്ത്രത്തിന്റെ തൊങ്ങലിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്റെ വസ്ത്രത്തിന്റെ ഇതിപ്പം അത്ര നീളമുള്ള കൈയല്ല, അച്ഛന്മാരുടെ ലോഹയ്ക്ക് കുറച്ചും കൂടി നീളമുണ്ട്. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ, അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ആരെല്ലാം വന്ന് എൻ്റെ ഇവിടെ ഇങ്ങനെ തട്ടിയിട്ട് പോയാൽ ഞാൻ അറിയുമോ? ഇല്ല, അറിയില്ല. കാരണം എൻ്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല. അപ്പോൾ ഇവൾക്ക് ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇവർ രക്തസ്രാവക്കാരി സ്ത്രീയാണ്, അൺക്ലീൻ ആണ്, ഒരു യഹൂദനെ തൊടാൻ അനുവാദമില്ല. തൊട്ട് കഴിഞ്ഞാൽ ആ യഹൂദൻ അശുദ്ധനാവും. അതുകൊണ്ട് കർത്താവിനെ തൊടാൻ ഇവൾക്ക് പേടിയാണ്. പക്ഷെ കേട്ടിട്ട് എങ്ങനെയെങ്കിലും ഇവളുടെ രക്തസ്രാവം നിന്ന് പോകണമേ എന്ന് വിചാരിച്ച് ആ പുരുഷാരത്തിന്റെ ഇടയിൽ കൂടി തിക്കി തിരക്കി ഓടിച്ചെന്ന് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. അപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? എന്നെ തൊട്ടത് ആർ. പത്രോസ് പറഞ്ഞു, ചുമ്മാ അത് വിധം പറയാതെ, നാട്ടുകാരെ ഒന്നാതെ ഭ്രാന്തൻ എന്നാണ് നിന്നെ വിളിക്കുന്നത്, അതുകൊണ്ട് ഇതൂടെ പറഞ്ഞ് ഇനി മുഴുവട്ടാന്ന് പറയിക്കണ്ട, ഒരുപാട് പേര് ഇടിച്ചു നടക്കുന്നുണ്ട്, പലരും തൊട്ട് കാണും. നോ 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 നോ, എന്നെ ഒരാൾ തൊട്ടു എന്ന് പറഞ്ഞു. ഒരാൾ. യേശു തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? പേടിച്ച് വീർണ്ട് ഇവൾ പറഞ്ഞു, കർത്താവേ, ഞാനാണ്. കാരണം എന്താണ്? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അത് വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നവന് ഒരു സ്പർശനം കിട്ടും. കുർബാന വെറുതെ അനുഭവിച്ചാലൊന്നും അത് കിട്ടില്ല. അതാ മാഞ്ഞുള്ള ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ ആഗ്രഹിച്ചു ചെന്ന് തൊടണമേ എന്ന് ആഗ്രഹിച്ചു ചെന്നപ്പോൾ ശക്തി പുറപ്പെട്ടു. അതാണ് രുചി. 34 സങ്കീർത്തനത്തിലുണ്ട്, യഹോവയെ രുചിച്ചറിവീൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് ഇതെല്ലാം അനുഭവപ്പെടുന്നത്. വചനത്തെ രുചിച്ചറിയുക. അങ്ങനെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ പുറത്തെ മനുഷ്യനെ നീ ക്രമീകരിക്കണം. അതിനാണ് നോമ്പ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോമ്പ് അതിനാണ്. ജഡത്തെ ജഡത്തിനാൽ തോൽപ്പിക്കണം. ജഡത്തെ വേറെ ആരും വന്ന് സഹായിക്കില്ല. നിങ്ങൾ തന്നെ, ഞാൻ തന്നെ എൻ്റെ ജഡത്തെ തോൽപ്പിക്കണം. ഭക്ഷണം മാറ്റിവെച്ചാലുള്ള ഗുണം എന്താണെന്നറിയാമോ? ഭക്ഷണം കുഴപ്പമായിട്ടല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ജഡത്തിന് ഉന്മേഷം കൂടും. ഉന്മേഷം കൂടുമ്പോൾ ജഡത്തിന് അതിൻ്റെ ആഗ്രഹങ്ങൾ വർദ്ധിക്കും, ആസക്തികൾ വർദ്ധിക്കും. ആസക്തി വർദ്ധിക്കുമ്പോൾ ജഡം എന്നോട് പറയും, അച്ഛാ ഒരു കാര്യം ചെയ്യും, ഇന്ന് ആ പോകുന്ന വഴിക്ക് നല്ല ചിക്കൻ ബിരിയാണി കിട്ടുന്ന വേറെ സ്ഥലമുണ്ട്, ഇപ്പുറത്തുനിന്ന് കഴിച്ചതാ, അവിടെ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു പറയും. അപ്പം ഞാൻ പറയും, കൊള്ളാം, ജഡമേ സന്തോഷം, ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് പറയും. ഇതിനെയാണ് ക്യാൻസൽ ചെയ്യേണ്ടത്. ജഡത്തോട് നോ പറയണം. ശരീരം ചോദിക്കുന്നത് എല്ലാം കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ പാപത്തിൽ വീഴും പിന്നീട്. അപ്പം വീഴത്തില്ല. കഴിക്കുന്നതിലല്ല പ്രശ്നം, കഴിക്കുമ്പോൾ ആസക്തികൾ വർദ്ധിച്ചിട്ട് പാപം ചെയ്യുവാൻ ജഡം നമ്മളെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട് അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തുവാൻ അകത്തെ ഇന്ദ്രിയങ്ങൾ ശക്തി പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ ശബ്ദം, ക്രിസ്തുവിൻ്റെ കാണുവാനുള്ള ശക്തി, അവനെ മണക്കുവാനുള്ള ശക്തി, രുചിക്കുവാനുള്ള ശക്തി, തൊടുവാനുള്ള ശക്തി അകത്തെ മനുഷ്യനിൽ പ്രാപിക്കാതെ നമ്മൾ എത്ര ഉപവാസം അനുഷ്ഠിച്ചിട്ടും കാര്യമില്ല, നോയമ്പെടുത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഓരോ ആരാധനയിലും പ്രാർത്ഥനയിലും വചനദാനത്തിലും സാന്നിധ്യബോധം ഉണ്ടാകണമെങ്കിൽ നിന്റെ ജഡത്തെ നീ ക്രമീകരിക്കുക. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 24-ാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും നിന്റെ ശത്രുക്കളിൽ നിന്നെ വിടിപ്പാനും നിന്റെ പാളയത്തിന് മധ്യേ നടക്കുന്നു. നിങ്ങൾ അശുദ്ധി കണ്ടിട്ട് ഞാൻ നിങ്ങൾ നിന്ന് വിട്ടുപോകാതിരിക്കേണ്ടതിന് നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. ആവർത്തനം 23-ന്റെ 14 തോന്നുന്നു, അത് 24 ആയിരിക്കും. ഈ ശരീരമാണ് ഈ പാളയം, ഈ ജഡശരീരം, അത് ശുദ്ധിയായിരിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും ഭക്ഷ്യത്തിൽ മാത്രം നോമ്പുള്ളോ നേരായി നോമ്പേൽ പോനല്ല നിഷ്ഫലമായിടുമീ ഭക്ഷണ നോമ്പതിനെ ദ്വേഷിപ്പു ദൈവം. ഹാലേലൂയ ഹാലേലൂയ അന്യായം വിടുവിൻ. കർത്താവാം ദൈവം പ്രാർത്ഥന നോമ്പിവയിൽ
സന്തോഷിക്കുന്നു. നോമ്പേൽ പോൻ ദൈവാകാരം റൂഹാതൻ ഗേഹം മോദിക്കും. ഹാലേലൂയ ഹാലേലൂയ ഏതൻ തോപ്പിലവൻ പൈതങ്ങളെ എരിയും തീന്നും രക്ഷിച്ച ബാബേൽക്കാരെ ലജ്ജിപ്പിച്ചോണം. ഞങ്ങളെ രക്ഷിക്കുക തീക്കടലിൽ നാഥ. ഹാലേലൂയ ഹാലേലൂയ ഭയമേറ്റും കടവിൽ